നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. താവെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താവെ അവിടുത്തെ വരവിനോട് ബന്ധപ്പെട്ട് നിറവേറിക്കൊണ്ടിരിക്കുന്നതായ താവെ പ്രവചന സത്യങ്ങൾ താവിൻ്റെ ദാസനിൽ കൂടെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും വളരെ വ്യക്തമായി അടിയങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരുവാൻ തക്കവണ്ണം താവ് സഹായിച്ചുവല്ലോ. ഈ സന്ധ്യയിലും തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൃപയും ബലവും കർത്താവ് അവിടുത്തെ ദാസന്റെ മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പാടി മഹത്വപ്പെടുത്തുവാനുള്ള കൃപയും അടിയങ്ങളുടെ മേൽ പകരണം. ബെന്യാമീൻ സാറിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വനനാമം ഈ സന്ധ്യയിൽ മഹത്വപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. നമുക്ക് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം അല്പസമയം. എല്ലാവരും കർത്താവിന്റെ ദാസൻ ബെന്നി മാത്യു സാറിനോടൊപ്പം കൈയടിച്ച് പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ച് ലോകത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പഠിക്കുവാനും ഒരുക്കുന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മളിതൊക്കെ പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മളോട് വചനം പറയുന്നത് ബലം ധരിക്കാം, ആത്മാവിൽ നിറയാം. ഹല്ലേലൂയ. ലോകത്തിൽ എന്തൊക്കെ വന്നാലും വരുവാനുള്ളവൻ വരുമേ വേഗത്തിൽ. വരവിൻ്റെ ധ്വനികൾ നാം കേൾക്കുന്നു. അത് പഠിക്കുവാനാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. വേട്ടമല ഫിലിപ്പോസ് ഉപദേശി എഴുതിയ ആ മനോഹരമായ പ്രത്യാശ ഗാനം നമുക്കൊന്ന് ചേർന്ന് പാടാം. ധരിച്ചിടം ആത്മാവൽ നിറയാ, യേശുവാനിൽ വരാറാ. ബലം ധരിച്ചിടം ആത്മാവൽ നിറയാ, യേശുവാനിൽ വരാറാ. ദൈവരാജ്യം പുതിയ ജെറുസലേം, ദൈവരാജ്യം പുതിയ ജെറുസലേം. നമ്മുടെ ഭാഗ്യനാടത്, നമ്മുടെ ഭാഗ്യനാടത്. ബലം ധരിച്ചിടം ആത്മാവൽ നിറയാ, യേശുവാനിൽ വരാറാ. ബലം ധരിച്ചിടം ആത്മാവൽ നിറയാ, യേശുവാനിൽ വരാറാ. ഹല്ലേലൂയ, ആമേൻ. ലോകത്തെ പരിത്യജിച്ചോടാ പരമരാജൻ പിന്നാലെ. ഈ പാപലോകത്തെ പരിത്യജിച്ചോടാ പരമരാജൻ പിന്നാലെ. പരിഹാസം പലതേൽക്ക ഭക്തരെ, പരിഹാസം പലതേൽക്ക ഭക്തരെ. പരനെ അനുഗമിച്ചിടാം, പരനെ അനുഗമിച്ചിടാം. ബലം ധരിച്ചിടം ആത്മാവൽ നിറയാ, യേശുവാനിൽ വരാറാ. ഓ, ബലം ധരിച്ചിടം ആത്മാവൽ നിറയാ, യേശുവാനിൽ വരാറാ. ഓ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം പ്രത്യാശ നിറയട്ടെ. പാടാം. പട്ടിണി പൈതാകും പലവിധ പാടുകൾ വിട്ട് നാം ഒടുവിൽ. പട്ടിണി പൈതാകും പലവിധ പാടുകൾ വിട്ടു നാം ഒടുവിൽ. ഓ, പാട്ടോടുകൂടെ സിയോൻ രാജനുമാ, പാട്ടോടുകൂടെ സിയോൻ രാജനുമാ. വാഴാൻ കാലമാസന്നമാ,
വാഴാൻ കാലമാസന്നമാ. ബലം ധരിച്ചിടം ആത്മാവാൽ നിറയാ, യേശുവാനിൽ വരാറാ. ഓ ബലം ധരിച്ചിടം ആത്മാവാൽ നിറയാ, യേശുവാനിൽ വരാറായി. ഓ ഹല്ലേലൂയ, ആമേൻ. വരുവാനുള്ളവൻ വരുമേ വേഗത്തിൽ, വരവിൻ ധ്വനികൾ കേൾക്കുന്നേ. വരുവാനുള്ളവൻ വരുമേ വേഗത്തിൽ, വരവിൻ ധ്വനികൾ കേൾക്കുന്നേ. ഓ വിശ്വാസികൾ നാം വിരുന്നിനായൊരുങ്ങാം, വിശ്വാസികൾ നാം വിരുന്നിനായൊരുങ്ങാം. വിശുദ്ധ ജീവിതം നയിക്കാം, വിശുദ്ധ ജീവിതം ചേർക്കണം. ബലം ധരിച്ചിടം ആത്മാവാൽ നിറയാ, യേശുവാനിൽ വരാറാ. ഓ ബലം ധരിച്ചിടം ആത്മാവാൽ നിറയാ, യേശുവാനിൽ വരാറാ. ദൈവരാജ്യം പുതിയ ജെറുസലേം, ദൈവരാജ്യം പുതിയ ജെറുസലേം. നമ്മുടെ ഭാഗ്യനാടത്, നമ്മുടെ ഭാഗ്യനാടത്. ബലം ധരിച്ചിടം ആത്മാവാൽ നിറയാ, യേശുവാനിൽ വരാറാ. ആമേൻ. ബലം ധരിച്ചിടം ആത്മാവാൽ നിറയാ, യേശുവാനിൽ വരാറാ. Hallelujah. Amen. Thank you, Jesus. താങ്ക് യു ബിന്നി സർ, താങ്ക് യു വെരി മച്ച്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ബുധനാഴ്ചയും സന്ധ്യാസമയത്ത് ദൈവവചനത്തിൽ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന അന്ത്യകാല പ്രവചനങ്ങളെ ആസ്പദമാക്കി മൂന്നാമത്തെ സെമിനാർ നടത്തുവാൻ, അതായത് മൂന്നാമത്തെ പാർട്ട്, കർത്താവിന്റെ ദാസനിൽ കൂടി തിരുവചനത്തിന്റെ ആഴമായ സത്യങ്ങൾ, പ്രവചനങ്ങൾ നിവർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറഞ്ഞു തരുവാൻ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നതിനായി കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന് വേണ്ടി സ്തോത്രം ചെയ്യും. കഴിഞ്ഞ 5 വർഷമായി സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്ന പ്ലാറ്റ്ഫോമിൽ തിരുവചനം അനേകർക്ക്, അതായത് പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം അതിശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതായത് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി കൂടാതെ BA, അതുപോലെ തന്നെ MTH പ്രൊഫസി, പല ക്ലാസ്സുകൾ ഇതുപോലെ ഓൺലൈനിൽ കൂടി നടത്തുന്നുണ്ട്. കൂടാതെ സമയാസമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില ആനുകാലിക പ്രശ്നങ്ങൾ, ഡെവലപ്മെന്റുകൾ, ഇതിനെയൊക്കെ ആസ്പദമാക്കി വ്യക്തിപരമായി കർത്താവിന്റെ ദാസൻ പഠിച്ച കാര്യങ്ങൾ വീഡിയോ ആയിട്ട് പൊതു പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ വെബിനാർ ഇന്ന് മൂന്നാം പാർട്ടാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള വെബിനാർ നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ആവശ്യമെന്ന് തോന്നുന്നു, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു നമ്പർ തരാം. ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ വ്യക്തിപരമായ വാട്സപ്പിൽ അത് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കർത്താവ് അനുവദിച്ചാൽ, കർത്താവിന്റെ വരവിന് താമസമാണെങ്കിൽ ഈ വർഷം സെപ്റ്റംബർ മാസം 30-ാം തീയതിയും ഒക്ടോബർ 1, 2 തീയതികളിൽ കേരളത്തിൽ തിരുവല്ലയിൽ ചരൽക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ക്യാമ്പ് സൈറ്റിൽ 3 ദിവസത്തെ സെമിനാർ ക്യാമ്പ് നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കെങ്കിലും ആ ക്യാമ്പിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ടതാണ്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. ബാബു സാറ് ഈ എല്ലാ ക്ലാസ്സുകൾക്കും നേതൃത്വം നൽകുന്നതായിരിക്കും. കർത്താവിന്റെ ദാസനോടുള്ള സ്നേഹവും ബഹുമാനവും നന്ദിയും അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓവർ ടു യു സർ. സകല ലോകത്തിൻ്റെ രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ തുടർമാനെ നടന്നുകൊണ്ടിരിക്കുന്ന വെബിനാർ സീരീസിലെ 3ാമത്തെ വെബിനാറാണിത്. ഇത് നമുക്ക് പ്രയോജനകരമായി തീരാൻ നിങ്ങളുടെ വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. നിറവേറിക്കൊണ്ടിരിക്കുന്ന അന്ത്യകാല പ്രവചനങ്ങൾ എന്നുള്ളതാണ് ടോപ്പിക്സ്. ഇന്ന് ഞാൻ എടുക്കാനിരുന്നത് ഇസ്രയേലിൻ്റെ മണ്ണിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ആ വാഗ്ദത്തങ്ങൾ എങ്ങനെ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് ആ ടോപ്പിക്സിൽ ഞാനൊരു ചെറിയ വ്യത്യാസം വരുത്തണമെന്ന് ആഗ്രഹിച്ചു. കാരണം ഇനിയുള്ള വെബിനാറിൻ്റെ ടോപ്പിക്സ് മിക്കവാറും ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യത്തേയുള്ളൂ. ഫസ്റ്റ് കേട്ട് ഞാൻ പറഞ്ഞതുപോലെ ആ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് പേഴ്സണലായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് അയച്ചു തരാം. പാസ്റ്റർ കേറ്റിരാജിൻ്റെ നമ്പറാണ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്മൾ കാണിക്കുന്നത്. യെസ്, പാസ്റ്റർ കേറ്റിരാജിൻ്റെ നമ്പറുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പർ എഴുതിയെടുത്തിട്ട് അദ്ദേഹത്തിന് നിങ്ങൾ ടെക്സ്റ്റ് അയച്ചാൽ മതി. ഐ നീഡ് വീഡിയോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രൈവറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അയച്ചു തരാം. താങ്ക് യു. കാരണം സമയത്തിൻ്റെ കുറവ് കൊണ്ട്, ലിമിറ്റ്സ് കൊണ്ട് തുടർമാനമായിട്ട് ബാക്കി കാര്യങ്ങൾ വെബിനാർ നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ബട്ട് ദർ വിൽ ബി ഓഫ് ആൻഡ് ഓൺ വെബിനാർ ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദി മിറക്കിൾസ് ഇൻ ദ വാർസ് ഓഫ് ഇസ്രയേൽ എന്നുള്ളതാണ്. ഇസ്രയേൽ യുദ്ധങ്ങളിലെ അത്ഭുതങ്ങൾ എന്നുള്ളതാണ്. ഇസ്രയേൽ യുദ്ധങ്ങളിലെ അത്ഭുതങ്ങൾ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കറണ്ടിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ, മോഡേൺ ഇസ്രയേൽ ഫോം ചെയ്ത ശേഷമുള്ള ചരിത്രത്തിലെ യുദ്ധങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു മനുഷ്യന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത വളരെ അതിശയകരമായ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. വളരെ അതിശയകരമായ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. പക്ഷേ അത് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുള്ള കാരണങ്ങൾ ഞാൻ ആദ്യം പറയാം. ഒരു റിസർച്ചർ പോയിട്ട് 100 മിറക്കിൾസ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. 100 മിറക്കിൾസ്. അപ്പോൾ ഈ 100 മിറക്കിൾസ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന എൻ്റെ ആഗ്രഹം. നടക്കത്തില്ല, ഒന്നാമത്തെ നിങ്ങൾ ഇരിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് പറയാനായിട്ടൊരു 6 എണ്ണം എടുത്തു വച്ചിട്ടുണ്ട്, സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 എണ്ണം പറയത്തില്ല, അതിൽ 5 എണ്ണമെങ്കിലും പറഞ്ഞു തീർക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. മേ ബി ഐ വുഡ് ബി ഫാസ്റ്റ് ഇൻ സം പ്ലേസസ് ആൻഡ് സോ ഇൻ സം അതർ പ്ലേസ്. ഒരു സെയിം പേസിലായിരിക്കത്തില്ല. ചില കാര്യങ്ങൾ എനിക്ക് ഓടിച്ച് പറഞ്ഞു വിടാൻ കഴിയും. ചില കാര്യങ്ങൾ അല്പം കൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു മിറക്കിളാണെന്നോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മിറക്കിൾ ഉണ്ടെന്നോ തോന്നത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യമുണ്ട് കേട്ടോ. ഇസ്രായേൽ എന്ന ജനം ഫോം ചെയ്യപ്പെടുമ്പോൾ, അവർ രാജ്യമായിട്ട് ഫോം ചെയ്യപ്പെടും, ഒരു ജനതയായിട്ട് മാറുമ്പോൾ, അത് മിസ്രൈമിൽ വെച്ചാണ്. മിസ്രൈമിൽ വെച്ച് അവരെ ജനതയായിട്ട് ഫോം ചെയ്യുന്നത് അവരെ വിടുവിക്കുമ്പോഴാണ്. അവരെ വിടുവിക്കാൻ കാരണമായത് ആ കഥയെല്ലാം നിങ്ങൾക്കറിയാം. ബട്ട് ദർ വാസ് എൻ ഏഞ്ചൽ ഓഫ് ഡിസ്ട്രക്ഷൻ. ഇസ്രയേലിന്റെ ശത്രുക്കളെ സംഹരിക്കുന്നതിന് വേണ്ടി ഒരു സംഹാരദൂതൻ അവിടെ ഇറങ്ങി. ആ സംഹാരദൂതൻ ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ അവരുടെ റിഡംഷൻ ഇംപോസിബിൾ ആകുമായിരുന്നു, അസാധ്യമാകുമായിരുന്നു. Now there is a question today. Where is that angel of redemption now? Sorry, angel of destruction now. ആ സംഹാരദൂതൻ ഇപ്പോഴെന്തിയെ? പുള്ളി റിട്ടയർ ചെയ്ത് പോയോ? സർവീസിന് പിരിച്ചു വിട്ടോ? അതോ പുള്ളിക്ക് ഇപ്പം വയ്യായോ? കൊല്ലപുത്രി ആയില്ലയോ? ദീനമൊക്കെ ആയിട്ട് അങ്ങ് പണി നിർത്തിയതാണ്. ഇനി ഇസ്രയേലിന് വേണ്ടി ദൈവം ശക്തിയുള്ള ഒരു കാറ്റടിപ്പിച്ചു. എവിടെ? ഇളകി മറിയുന്ന ചെങ്കടലിൻ്റെ മേൽ. ഇളകി മറിയുന്ന ചെങ്കടലിൻ്റെ മേൽ ശക്തിയുള്ള കാറ്റടിപ്പിച്ച് ദൈവം ചെങ്കടലിനെ വിഭാഗിച്ച് തൻ്റെ ജനത്തെ അക്കരെ എത്തിച്ചു. Now there is a question. ആ കാറ്റ് എന്തിയേ? അതൊന്നും ഇപ്പം വർക്ക് ചെയ്യാറില്ലയോ? അതോ ദൈവം ഇപ്പം ആ ടെക്നിക്ക് അങ്ങ് മറന്നുപോയോ? അത് പണ്ടൊക്കെ ദൈവം നല്ല മിടുക്കനായിരുന്നു. ഇപ്പം ആ ടെക്നിക്കൊക്കെ മറന്നു പോയിട്ടാണ് ആ കാറ്റ് എന്ത് ചെയ്യുക.
അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് അവർ അഭിമാനത്തോടെ പറയുമ്പോൾ ആ ജനം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അബ്രഹാം എന്തിയെ? ആ ജനം ഇപ്പോഴും ഉണ്ട്. അബ്രഹാം എന്തിയെ? മരിച്ചുപോയി, അല്ലേ? മരിച്ചുപോയി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ജീവനോടിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത് ദൈവം മരിച്ചവരുടെ ദൈവമല്ല, പിന്നെ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ അർത്ഥം എന്താ? പിതാവായ അബ്രഹാം ജീവനോടുണ്ടെന്നാണ്. പിതാവായ അബ്രഹാം ജീവനോട് ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പിതാക്കന്മാരുണ്ടല്ലോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കഷ്ടം അനുഭവിക്കുന്നത് കണ്ടാൽ കൈയും കെട്ടി അടങ്ങാതിരിക്കുന്ന എത്ര പിതാക്കന്മാർ ഇവിടെ ഉണ്ട്? ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരിലും ഉണ്ട്. എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾ കഷ്ടം അനുഭവിക്കുമ്പോൾ ഇന്ന് ജീവനോടുണ്ടെന്ന് ബാബു സാറും ഇപ്പം 2000 കൊല്ലം മുമ്പ് വാഴ്ത്തപ്പെട്ട കർത്താവും പറഞ്ഞ ഈ അബ്രഹാം എന്തോ ചെയ്യുക? ഈസ് ഹി ഡൂയിങ് എനിത്തിങ്? സൈലൻ്റ് ആണോ? അതോ ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഭൂമിയിൽ ഉണ്ടായിരുന്ന എൻ്റെ മക്കളെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു, മരിച്ചു, ഇനിയിപ്പോൾ എൻ്റെ കൊണ്ട് നമ്മുടെ കാലം കഴിഞ്ഞു ഇല്ലേ മോനെ, ഇനിയിപ്പോൾ നമ്മളെ കൊണ്ട് എന്തോ ചെയ്യാൻ കഴിയും, നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുക, അല്ല എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ അബ്രഹാം തടി തപ്പിയോ? ദൈവത്തിൻ്റെ ദാസനായ ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് വസ്ത്രം കീറി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കാരണം അന്ന് താൻ മരിക്കും, ഒരു സംശയമില്ല, താൻ മരിക്കും. അത്ര ശക്തിയായി അസേറിയൻ സൈന്യം തന്നെ വളർന്നു കഴിഞ്ഞു. അത്ര ശക്തിയായിട്ട് അസേറിയൻ സൈന്യം തന്നെ വളഞ്ഞു കഴിഞ്ഞു. ദൈവം ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയായിട്ടങ്ങ് ചിരിച്ച് പറഞ്ഞു, നീ വീട്ടിൽ പോടാ, ഇവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കാതെ നീ വീട്ടിൽ പോകും, അശൂറിൻ്റെ കാര്യം അത് ഞാൻ നോക്കണം, നീ വീട്ടിൽ പോകാൻ പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തത്? ഒരു ദൂതനെ അയച്ചു, വൺ ഏഞ്ചൽ. ഒറ്റയടി 1,85,000 പേരെ ഒറ്റ അടിക്ക് തീർത്ത് കളഞ്ഞു. അപ്പം നിങ്ങൾ ചോദിച്ചേക്കും, അതൊക്കെ ചുമ്മാ ബൈബിളിൽ എഴുതി വെച്ചിരിക്കില്ലേ ബാബു സാറേ, ഇതിനകത്ത് വല്ല സത്യമുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ കഴിയും? അങ്ങനെ ചോദിച്ച പ്രസിദ്ധനായൊരു മനുഷ്യനെ പറ്റി എൻ്റെ പല ക്ലാസ്സുകളും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന ഡേവിഡ് റോൾസ്. ദൈവം ഉണ്ടെന്ന് വിശ്വാസമില്ലാത്ത ആളാണ്. ഡേവിഡ് റോൾസിന് ദൈവം ഉണ്ടെന്ന് വിശ്വാസമില്ല. അപ്പോൾ ഇതൊന്നും അറിയണമല്ലോ എന്ന് കണ്ടാണ് ഡേവിഡ് റോൾസ് റിസർച്ചുമായിട്ട് പോകുന്നത്. ആർക്കിയോളജി റിസർച്ചുമായിട്ട് ബ്രഷും മമ്മട്ടിയും ഒക്കെ ആയിട്ട് പോവുക. ചെന്ന് നോക്കിയപ്പം കുഴിച്ച് ഒരു വലിയ ശ്മശാനം കണ്ടെത്തി. വലിയ ശ്മശാനം. 1,85,000 പുരുഷന്മാരുടെ അസ്ഥികൂടം കിടക്കുന്നു. ആ 1,85,000 പുരുഷന്മാരുടെ അസ്ഥികൂടത്തിൽ റിസർച്ച് നടത്തിയപ്പം അതാര് യഹൂദവർഗത്തിൽപ്പെട്ടവരുടെ സ്ട്രക്ചർ അല്ല, പിന്നെ ഏത് വർഗത്തിൽപ്പെട്ടവരുടെയാ? അസേറിയൻ വർഗത്തിൽപ്പെട്ടവരുടെ സ്ട്രക്ചറാണ്. വെറുണ്ടുപോയി ഡേവിഡ് റോൾസ്. ഡേവിഡ് റോൾസ് മുഴുവൻ ഫിലിം ഉണ്ടാക്കിയിട്ട് ലണ്ടനിൽ വന്ന് BBC പറഞ്ഞു, ഈ കാര്യം നമ്മൾ ലോകത്തോട് അറിയിച്ചേ പറ്റത്തുള്ളൂ. ഈ കാര്യം നമ്മൾ ലോകത്തോട് അറിയിച്ചേ പറ്റുന്ന കാര്യം അത്ര അറിയിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അത്ര സത്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും എൻ്റെ ചോദ്യം ഇവിടെയാണ്, ആ ഒറ്റ അടിക്ക് ഇത്രയും പേരെ കൊല്ലുന്ന ദൂതന്മാർ ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. Now the question, where is that angel now? ആ മേലാഖ ഇപ്പോഴുണ്ടോ? അത് ആ പുള്ളി റിട്ടയർ ചെയ്ത് പോയോ? അവിടെ പിന്നെ ഈ ഇക്കണോമിക്കലായി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട്, ഇപ്പോൾ ബ്രിട്ടന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അടുത്ത ഏഞ്ചലിനെ പിന്നെ അപ്പോയിൻറ്റ് ചെയ്തുമില്ല. കാര്യം ശമ്പളം കൊടുക്കണ്ടേ, ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അപ്പോൾ ആ ദൈവന്മാരില്ലാത്തതാണോ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് ഇസ്രയേലിൻ്റെ കഴിഞ്ഞ 5 യുദ്ധങ്ങളാണ്. 9 യുദ്ധങ്ങളാണ്. 10ാമത്തെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10ാമത്തെ യുദ്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞതായിരുന്നു നിങ്ങളോട് നമ്മുടെ ആദ്യത്തെ വെബിനാറിൽ. അതിൻ്റെ ഒരു ഭാഗം പോലും ആയില്ല.
ബാക്കി കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 9 യുദ്ധങ്ങളിൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ട്. ഏതൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഞാൻ ഇപ്പം ചോദിച്ച ഈ ഓരോ ചോദ്യങ്ങൾക്ക് അബ്രഹാം എവിടെ, ദൂതൻ എവിടെ, ദൈവം എവിടെ, ശക്തിയുള്ള കാറ്റെവിടെ, ഇതിനൊക്കെ മറുപടി അന്വേഷിച്ച് നമ്മൾ ഇന്ന് പോവുക. ആദ്യമായിട്ട് നമുക്കൊരു സങ്കീർത്തന ഭാഗം വായിച്ചിട്ട് അങ്ങോട്ട് വരാം. 68-ാം സങ്കീർത്തനമാണെന്ന് തോന്നുന്നു. അതിൻ്റെ 17 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. പ്രിയ ബാബു വേറെ നമ്മളെ സഹായിക്കണം. എൻ്റെ വിശ്വാസം ബാബു വേറെ തന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്താട്ടെ. ഫ്രാൻസിസ് ബാബു. സ്തോത്രം. ഓക്കെ. ദൈവത്തിന്റെ രഥങ്ങൾ 1000-1000-ഉം കോടി കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം ആകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. അതെ, ദൈവം തന്റെ ശത്രുക്കളുടെ തലയും തന്റെ അകൃത്യത്തിൽ നടക്കുന്നവന്റെ രോമമുള്ള നെറുകയും തകർത്ത് കളയും. നീ നിന്റെ ശത്രുക്കളുടെ രക്തത്തിൽ കാൽ മുക്കേണ്ടതിനും അവരുടെ മാംസത്തിൽ നിന്റെ നായ്ക്കളുടെ നാവിന് ഓഹരി കിട്ടേണ്ടതിനും. മതി. ഓക്കെ. നമ്മുടെ ഇന്നത്തെ കുറിവാക്യം എന്നറിയാമോ? ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള നീക്കിപോക്കുകൾ കർത്താവായ യഹോവയ്ക്ക് ഉള്ളവ തന്നെ. മരണത്തിലുള്ള നീക്കിപോക്കുകൾ എന്നുള്ളതിന് ശരിക്കും ഹീബ്രു വേർഷൻ എങ്ങനെയാണെന്നറിയാമോ? മരണം നിന്റെ മുമ്പിൽ സർട്ടിഫിക്കറ്റ് എഴുതി വെക്കുമ്പോൾ, ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതി വെക്കുമ്പോൾ, ദ നെക്സ്റ്റ് ഈസ് യുവർ ഡെത്ത് എന്ന് ഡിക്ലെയർ കഴിയുമ്പോൾ അതിനപ്പുറത്തോട്ട് വഴി ദൈവം തുറന്നു വെക്കും. മരണം വഴി അടച്ചല്ലോ. മരണം വഴിയടച്ചെടുത്ത് അതിനപ്പുറത്തൊരു വഴി ദൈവം വെട്ടി തുറന്നു വെക്കും. അതാണ് എൻ്റെ ഒറിജിനൽ ഹീബ്രു. മരണം വഴിയടച്ച് കളഞ്ഞെടുത്ത് അതിനപ്പുറത്തേക്കൊരു വഴി ദൈവം തുറന്നു വെക്കും. അതിനെയാണ് മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത്. മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആധുനിക ഇസ്രായേലിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു 10ാമത്തെ യുദ്ധമാണ് ഇപ്പം നടക്കുന്നത്. കഴിഞ്ഞ 9 യുദ്ധങ്ങളിലും ഡെത്ത് ഒരു ബോർഡ് പോലെ എഴുതി അവരുടെ മുന്നേ വന്നിരുന്നു. യുദ്ധം നയിക്കുന്ന സൈന്യാധിപന്മാരും ഭരിക്കുന്ന ഭരണാധികാരികളും ഒരുപോലെ പറഞ്ഞു, നമ്മൾ തോക്കാൻ പോവുകയാണ്. വി ഫിനിഷ് നമ്മളിവിടെ തീരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിടത്തൊക്കെ അതിനപ്പുറത്തോട്ടൊരു വഴി സ്വർഗസ്ഥനായ ദൈവം തുറന്നു വെച്ചു. Now the question, എങ്ങനെ തുറന്നു വെച്ചെന്നാ ഈ പറയുന്നത്? എങ്ങനെ തുറന്നു വെച്ചെന്നാ പറയുന്നത്? 3500 വർഷം മുമ്പ് ദൈവം തന്നെ ജനത്തിന് വേണ്ടി എങ്ങനെ വഴി തുറന്നു വെച്ചോ അതുപോലെ ഇൻ ദ സെയിം വേ, ശ്രദ്ധിച്ചോണം, അതേ ദൂതന്മാരെ അയച്ച് അതേ കാറ്റിനെ അടുപ്പിച്ച് അതേ ദൈവശബ്ദം കേൾപ്പിച്ച് ലോകത്തിന്റെ വേറൊരു ഭാഗത്ത് നിന്ന് വഴിയും വാതിലുകളും തുറന്ന് സാമ്രാജ്യ ശക്തികളെ ദൈവം അനുകൂലമായിട്ട് തിരിച്ചുവിട്ട് 3500 വർഷം മുമ്പ് മിസ്രൈമിൽ നിറങ്ങുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചോ അതേ രീതിയിൽ കഴിഞ്ഞ 9 യുദ്ധങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 10ാമത്തെ യുദ്ധത്തിലും ദൈവം പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 10ാമത്തെ യുദ്ധത്തിലും ദൈവം പ്രവർത്തിക്കുന്നു. ഇറ്റ്സ് എ മാറ്റർ ഓഫ് സർപ്രൈസ് ടു ദ വെസ്റ്റേൺ വേൾഡ്. നമ്മൾ കുറെ കൂടെ ദൈവമക്കളായുണ്ടും നമ്മൾ കുറെ കൂടെ ദൈവവിശ്വാസം കൂടുതലായുണ്ടും
ഞാനീ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തില്ല. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കാൻ പോകുന്നെന്ന് എനിക്ക് യാതൊരു ചിന്തയില്ല. ആക്ച്വലി ഓണസ്റ്റ്ലി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കാൻ പോകുന്നു. നിങ്ങൾ ഈ ബാബു സാർ മുഴുവൻ കഴിവ് കഥ പറയുകയാണ്, ഇത് മുഴുവൻ അപ്പൂപ്പൻ കഥകളാണ്, അല്ലെങ്കിൽ എന്തുവാ ഈ ബാലരമയിലോ അമർചിത്ര കഥയിലോ ഒക്കെ എഴുതി പബ്ലിഷ് ചെയ്യാവുന്ന സംഗതികളാണ്. ഇത് മനുഷ്യൻ്റെ മുമ്പിൽ പറയാൻ കൊള്ളുന്ന കാര്യമല്ലെന്ന് ഇന്ന് നിങ്ങൾ ഇവിടെ ഭയങ്കര വിദ്യാഭ്യാസം ഉള്ളവരല്ലേ, നിങ്ങൾ ഇന്ന് പറയും ഇയാൾ ഇതുപോലെ മണ്ടത്തരവും കെട്ടുകഥകളും കിഴവിക്കഥകളും പറയുമെന്ന് നമ്മൾ വിചാരിച്ചില്ല എന്ന്. നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ടെലിഫോൺ നമ്പർ നിങ്ങൾക്കൊക്കെ അറിയാം. സാർ ഈ പറഞ്ഞതിൻ്റെ ഇംപെരിക്കൽ ആഡക്വസി ഞങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ മുഴുവൻ തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് അയച്ചു തരാം. വൺ ഓഫ് ദ ഹാർഡസ്റ്റ് വർക്ക് I have ever done in my life. One of the hardest work I have ever done in my life. കാരണം കേട്ടാൽ ഒരു മനുഷ്യനും വിശ്വസിക്കത്തില്ല, ഒരു മനുഷ്യനും വിശ്വസിക്കത്തില്ല. ഈ ബിൽ ക്ലിൻ്റൻ്റെ ഭരണകാലത്ത് ഈ ഒരു ഓസ്ലോ കരാറുണ്ടാക്കി. ആ ഓസ്ലോ കരാറിനാണ് ലോകം ഇന്ന് വരെ കണ്ട ഏറ്റവും വലിയ പീസ് ട്രീറ്റി ഇസ്രയേലുമായിട്ടുള്ള. ആ പീസ് ട്രീറ്റിയോടുകൂടി പൂർണ്ണമായി സമാധാനം നിലവിൽ വരും എന്ന് വെസ്റ്റേൺ വേൾഡ് വിചാരിച്ചു. ഈ പൂർണ്ണമായ സമാധാനം നിലവിൽ വരുമെന്ന് വെസ്റ്റേൺ വേൾഡ് വിചാരിച്ചവരിരുന്നെങ്കിലും ഈ സമാധാനം എന്ന സാധനമേ ഉണ്ടായില്ല. സമാധാനം എന്ന സാധനമേ ഉണ്ടാകെ വന്നപ്പം ഇതെന്തുകൊണ്ടാണ് സമാധാനമെന്ന ഈ സാധനം ഉണ്ടാകാത്തത് എന്നറിയുന്നതിന് വേണ്ടി ഈ കാര്യത്തെപ്പറ്റി റിസർച്ച് ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കണം. എന്നിട്ട് നിങ്ങൾ നെറ്റിൽ പോയി നോക്കിക്കോണം ഇതൊക്കെ ശരിയാണോ എന്നും. അപ്പോൾ അവർ പറയുന്ന ഞാൻ ഈ പറയുന്നതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നെറ്റിൽ നോക്കാമെങ്കിൽ ഈ പറയുന്ന ഡീറ്റെയിൽസ് മാത്രം നിങ്ങൾ കൊടുത്തേച്ചാൽ മതി കേട്ടോ. ബിൽ മക്കേ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യനുണ്ട്, ബിൽ മക്കേ, MCKAY, ബിൽ മക്കേ. ഈ ബിൽ മക്കേ എന്ന് പറയുന്ന ആള് ഹോളിവുഡിൻ്റെ ഫിലിം പ്രൊഡ്യൂസറാണ്. ഹോളിവുഡ് ഫിലിം വേൾഡിലെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി എന്നറിയാം. അവരുടെ ഫിലിം പ്രൊഡ്യൂസറായ ബിൽ മക്കയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, പലസ്തീൻ നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ നാട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങൾ ഒരു റിസർച്ച് നടത്തണം. റിസർച്ച് നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതിനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കാൻ പറഞ്ഞു. ഓക്കെ, ഇയാൾ 67 പ്രാവശ്യം ഇസ്രായേൽ മുഴുവൻ സന്ദർശിച്ചു. ഇസ്രായേൽ മുഴുവൻ സന്ദർശിച്ച ശേഷം ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കി. ഡോക്യുമെന്റിന്റെ പേര് വാനിഷിംഗ് പീസ് എന്ന. വാനിഷിംഗ് പീസ്, വാനിഷിംഗ് പീസ്, VANISH, വാനിഷിംഗ് പീസ്. ഈ വാനിഷിംഗ് പീസ് എന്ന ഡോക്യുമെന്റ് കണ്ടിട്ട് BBC വാസ് സോ ഷോക്ക്ഡ്. കാരണം ഈ വെസ്റ്റേൺ വേൾഡിൽ നിന്ന് അല്ലെ പുറം ലോകം കാണുന്ന കാര്യമല്ല, യഥാർത്ഥത്തിൽ ഇസ്രായേൽ ദേശത്ത് ചെന്ന് ഈ കാര്യങ്ങൾ ശരിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ആൾ മനസ്സിലാക്കുന്നത്. സോ ദീസ് ആർ ഡിഫറെൻറ്റ്. അപ്പം അതുകൊണ്ട് എന്തെന്നറിയാമോ, ഈ വാനിഷിംഗ് പീസ് എന്ന വിഷയം കണ്ടു കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, വൈ ഡോണ്ട് യു ഗോ ആൻഡ് മേക്ക് എ ഡിഫറെൻറ്റ് സ്റ്റഡി. വേറൊരു സ്റ്റഡി ഉണ്ടാക്കണം. എന്താ വേറൊരു സ്റ്റഡി എന്നറിയാമോ? ലോകം പ്രതീക്ഷിക്കുന്നതും ഇസ്രയേൽ സംഭവിക്കുന്നതും. ലോകം പ്രതീക്ഷിക്കുന്നത് ഇസ്രയേൽ സംഭവിക്കുന്നതും ഇത് രണ്ടും രണ്ടാണെന്ന് പുറം ലോകത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി യു ഗോ ആൻഡ് മേക്ക് ഇറ്റ് അനദർ സ്റ്റഡി എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം വീണ്ടും പോവുകയാണ്. പോയിട്ട് ശ്രമകരമായ റിസർച്ചിൽ കൂടെ ഇൻഡിവിജ്വൽസിനെ കണ്ട് ഇൻ്റർവ്യൂ നടത്തി, ഇസ്രായേലിലെ എല്ലാ ഭരണാധികാരികളെയും കണ്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഒരു വലിയ ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസ് ചെയ്തു. ആ ഡോക്യുമെൻ്ററി പേര് എഗൻസ്റ്റ് ഓൾ ഓഡ്സ് എന്നാണ്. എഴുതിയെടുത്തോണം, AGAINST, എഗൻസ്റ്റ് ഓൾ ഓഡ്സ്, ODDS, എഗൻസ്റ്റ് ഓൾ ഓഡ്സ് എന്ന ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്സസബിൾ ആണ്, നിങ്ങൾക്ക് നെറ്റിൽ പോയി കണ്ടുപിടിക്കാവുന്ന കാര്യമാണ്. അല്ല ഞാൻ മാത്രം കണ്ടുപിടിച്ച, ലോകത്തിൽ മറ്റാർക്കും അറിയാൻ കഴിയാത്ത ഒരു അപൂർവമായ കാര്യം ഇവിടെ പറയുന്നൊന്നും ആരും ചിന്തിച്ചു കളയരുത്. യു ഓൾ ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്. എഗൻസ്റ്റ് ഓൾ ഓഡ്സ്. അപ്പോൾ എഗൻസ്റ്റ് ഓൾ ഓഡ്സ് എന്ന കാര്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പോയി ആ ടൈറ്റിൽ വീഡിയോ ഇറക്കി. ആ വീഡിയോ ഇറക്കി കഴിഞ്ഞപ്പം
ആ വീഡിയോ ഇറക്കി കഴിഞ്ഞ ശേഷം ലോകം മനസ്സിലാക്കിയ കാര്യവും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഇസ്രയേൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം കൂടെ കോർത്തിണക്കിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇതിൻ്റെ ടൈറ്റിൽ മിറക്കിൾസ് ഓഫ് ഇസ്രയേലി വാർസ്, ഇസ്രയേലി യുദ്ധങ്ങളിലെ അത്ഭുതങ്ങൾ എന്നാണ്. മിറക്കിൾസ് ഓഫ് ഇസ്രയേലി വാർസ്. അതിൽ ഞാൻ പറഞ്ഞല്ലോ 10 യുദ്ധങ്ങളാണ് പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ. ഈ എല്ലാ യുദ്ധങ്ങളിലുമായിട്ട് എണ്ണപ്പെട്ട് റിസർച്ച് ചെയ്ത് ക്ലിയറായിട്ട് എവിഡൻസോട് പറഞ്ഞിരിക്കുന്ന 100 മിറക്കിൾസ് ഉണ്ട്. 100 മിറക്കിൾസ് ഉണ്ട്. ആ 100 മിറക്കിൾസിൽ 6 എണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ടൈം അലൗസ് ഐ മേ ബി ഗോയിങ് അപ് ടു 5. ഇനി ആ 5 തീർക്കാൻ കഴിഞ്ഞില്ലേ പോലും ബാക്കി നമുക്ക് ഇതായിട്ട് തരാമെന്ന് വിശ്വസിക്കുന്നത്, വീഡിയോ തരാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ത്രൂ ഔട്ട് ഹിസ്റ്ററി ഇസ്രയേൽ ഹാസ് ഫേസ്ഡ് ദ ഇംപോസിബിൾ ഓഡ്സ്. അസാധ്യമെന്ന് ലോകം പറഞ്ഞ കാര്യങ്ങളാണ് ഇസ്രയേലിൽ ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ അതെങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ തരുവാൻ കഴിയത്തില്ല. കാരണം 1948 ഒരു രാജ്യം ഫോം ചെയ്യുന്നു. രാജ്യം ഡിക്ലെയർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം 12 ശത്രു രാജ്യങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു. രാജ്യം അങ്ങോട്ട് ഉണ്ടായതേ ഉള്ളൂ. അപ്പം നോക്കിയേ, ഒരു ഗവൺമെന്റ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. ഏതാണ്ട് ഐഡിയ, നീ പ്രൈം മിനിസ്റ്റർ, ഞാൻ പ്രസിഡന്റ്, കൊച്ചു പിള്ളേർ ഈ ചിരട്ടയ്ക്കകത്ത് മണ്ണ് ആരി വെച്ച് അപ്പനും അമ്മയും കഞ്ഞിയും കറിയും കളിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് സാമ്പാർ മറ്റേ അവിയൽ എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയതുപോലെ നീ പ്രധാനമന്ത്രി, ഞാൻ പ്രസിഡന്റ്, ഇവാരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഒരു തോട്ട്സ് ഏർലിയ സ്റ്റേജാ. അന്നേരം അവരുടെ അവർക്ക് പട്ടാളമില്ല, ആയുധങ്ങളില്ല, 2-3 കുറുക്കനെ വെടിവെക്കാനൊക്കെ കൊള്ളാമെന്ന് തോക്കുണ്ടെന്നുള്ളതാൽ യുദ്ധത്തിന് ഉപയോഗിക്കാൻ കൊള്ളാമെന്ന് തോക്കില്ല. ഇവരെല്ലാം ആരാണ്? ലോകത്തിൻ്റെ പല ഭാഗത്തും വന്നിട്ടുള്ള ഇത്രയും നാളുടെ പണി എന്തായിരുന്നു? കൃഷിപ്പണിയായിരുന്നു. അപ്പോൾ കോടാലിയും മമ്മത്തിയും വാക്കത്തിയും ചിലപ്പം കറിപ്പിച്ചാത്തിയും കല്ലും കപ്പത്തിരിയും ഒക്കെ കയ്യിലുള്ളത് അതേ ഉള്ളൂ. പിന്നെ കുറച്ച് പേരൊക്കെ കട നടത്തുന്നവരാ. ഇവരെല്ലാം കൂടെ വെൽ ട്രെയിൻഡായ 12 രാജ്യങ്ങളുടെ സൈന്യത്തിനെതിരായിട്ട് യുദ്ധത്തിനിറങ്ങിയാൽ ഇവർക്ക് എന്തോ സംഭവിക്കും, ഇവർ ഒരെണ്ണമെങ്കിലും ജീവനോടെ ശേഷിക്കുമെന്ന് അന്ന് ലോകത്തിൽ ഒരു മനുഷ്യനും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇവരെന്തെങ്കിലും ജയിക്കുമെന്നുള്ളത് ലോകത്തിൽ ഒരു മനുഷ്യനൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനിയും വെസ്റ്റേൺ വേൾഡോ? വെസ്റ്റേൺ വേൾഡ് ഇതിനെപ്പറ്റി യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം ഇവർ ജയിക്കുമെന്നുള്ളതിനെ പറ്റി ഒരു തെളിവും വെസ്റ്റേൺ വേൾഡിനില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? കാരണം ഇതേ ഉള്ളൂ, ഇവരെ പറ്റി എന്ത് പറഞ്ഞാലും അതിനകത്ത് നമുക്കൊരു പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. വെസ്റ്റേൺ വേൾഡ് പറയുന്നത് there is no probability that we can calculate. ഇനി 1948 മുതൽ 1973 വരെ നടന്ന വാറുകൾ ബിയോണ്ട് പ്രോബബിലിറ്റിയാണ്. ഒരു പ്രോബബിലിറ്റിയും അതിൻ്റെ പിന്നിൽ പറയാൻ കഴിയത്തില്ല. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്? അപ്പം we can't run the calculus on why. ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനും ഇസ്രയേലിൽ എന്താ സംഭവിക്കുന്ന അവരുടെ യുദ്ധങ്ങളെ പറ്റി പറയാൻ കഴിയുന്നില്ല. അതാണ് അവരുടെ പ്രോബ്ലം. കാരണം ഇവരുടെ ഏതെങ്കിലും ബാറ്റിലിൽ ഇവർക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ അവർക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു യുദ്ധമെങ്കിലും ഉണ്ടായിരുന്നു. യുനാനിമസ് ആൻസർ എന്ന് പറഞ്ഞാൽ പെൻറ്റഗൺ മുതൽ ക്രെംലിൻ വരെ. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സ് പെൻറ്റഗൺ. സോവിയറ്റ് റഷ്യയുടെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സാണ് ക്രെംലിൻ. പെൻറ്റഗൺ മുതൽ ക്രെംലിൻ വരെ നോക്കിയേ, 2 ഓപ്പോസിറ്റ് ഫോഴ്സസ് ഇങ്ങനെ നോക്കിയിരിക്കുക, കഴുകൻ കണ്ണുകളുണ്ട്. ഇവന്മാർക്ക് എന്തോ സംഭവിക്കുന്നു. അത് അറിഞ്ഞിട്ട് വേണം വല്ല പൈസയും കൊടുക്കണോ, വല്ല സഹായം ചെയ്യണോ. വെറുതെ തോക്കാൻ പോകുന്നവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നോക്കാൻ.
അപ്പൊ പെന്റഗൺ മുതൽ ക്രെംലിൻ വരെ കഴുകൻ കണ്ടുകൊണ്ട് നോക്കിയിട്ട് ഈ വർഗം ജയിക്കുമെന്നുള്ളതിന് യാതൊരു തെളിവും ഇപ്പോഴത്തെ യുദ്ധം മാറ്റിവെച്ചിട്ട് കഴിഞ്ഞ 9 യുദ്ധങ്ങളിലും അവർ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം now the problem why then did they win, or how did they win? അപ്പൊ അതുകൊണ്ട് BBC വിളിച്ച് മുമ്പ് പറഞ്ഞ ബിൽ മാക്കിയോട് പറഞ്ഞു, നീ പോയി ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കണം. ഡോക്യുമെന്ററി ടൈറ്റിൽ അഗൻസ്റ്റ് ഓൾ ഓഡ്സ്, എല്ലാ ധാരണയ്ക്കും അറിവിനും അപ്പുറത്ത്, എല്ലാ അറിവിനും അപ്പുറത്ത് എന്നിട്ട് അഗൻസ്റ്റ് ഓൾ ഓഡ്സ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇനി ഇസ്രയേലിനെ പറ്റി പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന നിങ്ങളിങ്ങനെ ഞാൻ എടുക്കേണ്ട ഇങ്ങനെയാണ് കേട്ടോ. 1948 നമുക്ക് തുടങ്ങാമേ. 1948 തുടങ്ങിയിട്ട് നമുക്ക് 2006 എന്ന ഇയർ വരെ വരണം. 2006 എന്ന ഇയർ വരെ വരുമ്പോൾ ഒരു കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലാർജ് മജോറിറ്റി, സേ നിയറിംഗ് ടു 85% ഇസ്രയേൽ താമസിക്കുന്ന നേറ്റീവായ യഹൂദന്മാർ അവർ ഒന്നിൽ എത്തീസ്റ്റാണ്, നിരീശ്വരവാദികളാണ്. അല്ലാത്തവര് അഗ്നോസ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം അതിനെപ്പറ്റി ചേർക്കാൻ എനിക്ക് നേരവുമില്ല. അതിനാണ് അഗ്നോസ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസമുള്ളവരല്ല. ഏത് മുതൽ? 1948 മുതൽ 2006 വരെ. 2006 ഈ പറഞ്ഞ സംഭവത്തിന് അതിഭയങ്കരമായ മാറ്റം ഉണ്ടായി. ഭയങ്കര റിമാർക്കബിൾ ചേഞ്ച് ഉണ്ടായിട്ട് ഓരോ ദിവസവും ദൈവവിശ്വാസത്തിനപ്പുറമായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് ചേരുന്നവരുടെ എണ്ണം 1000 കവിഞ്ഞിട്ട് അവിടെ നിന്ന് കടകളിൽ മേടിക്കാൻ ഇല്ലാത്ത ഒരു പുസ്തകത്തിൻ്റെ പേര് ന്യൂ ടെസ്റ്റ്മെന്റ് എന്നാണ്. ന്യൂ ടെസ്റ്റ്മെന്റിലെ കാരണം എത്ര കോപ്പി ന്യൂ ടെസ്റ്റ്മെന്റ് ഇറങ്ങിയാലും കണ്ണടയ്ക്കുന്ന സമയം കൊണ്ട് തീർന്നു പോവുക. Now there is a question. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? 2006 അങ്ങനെ കാര്യം സംഭവിക്കാൻ ഉള്ള റീസൺ എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ സംതിങ് ലൈക്ക് ദാറ്റ് ടു ഹാപ്പൻ ഇൻ 2006? വെൽ, ഒറ്റ മറുപടി ഉള്ളൂ. ഞാൻ ഇവിടെ ഇന്ന് നിങ്ങളോട് പറയുന്ന ഈ ക്ലാസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ വെബിനാറിലെ ടോപ്പിക്സ് ഉണ്ടല്ലോ, ഈ ടോപ്പിക്സ് അടങ്ങുന്ന DVD യുദ്ധസമയത്ത് വെച്ച്, ഏത് യുദ്ധം? ഹിസ്ബുള്ള യുദ്ധസമയത്ത് ഗാസയിൽ നിന്ന് ഇസ്രയേൽ പട്ടാളത്തിന്റെ ഒരു ബറ്റാലിയൻ തിരിച്ച് ഇങ്ങനെ ജെറുസലേമിൽ വന്നു. അവർ പറഞ്ഞു, വി വിൽ ഫെയിൽ, ഞങ്ങൾ തോറ്റുപോകും. യാതൊരു സംശയമില്ല. കാരണം മൊറയിലെല്ലാം നഷ്ടപ്പെട്ടു. ഇന്നത്തെ അവരുടെ കമാൻഡിങ് ഓഫീസറായ മനുഷ്യൻ 32 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല, ഐ ഹാവ് നോ ഹോപ്പ്, നമ്മൾ മൊറയിൽ മുഴുവൻ നഷ്ടപ്പെട്ട് നമ്മൾ കീഴടങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, വെയിറ്റ്, എൻ്റെ കയ്യിൽ ഒരു DVD ഇരിപ്പുണ്ട്. ആ DVD ടൈറ്റിൽ എഗൻസ്റ്റ് ഓൾ ഓഡ്സ് എന്നാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് 1948 മുതൽ 73 വരെയുള്ള യുദ്ധങ്ങളിൽ സ്വർഗസ്ഥനായ ദൈവം ലോകത്തിൽ ഒരു മനുഷ്യനും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചതായ സംഭവങ്ങളുടെ റിസർച്ച് സ്റ്റോറിയാണ്. നമുക്കൊന്ന് വാച്ച് ചെയ്യാന്ന് പറഞ്ഞു. സോ they together sat and watched it. മാത്രമല്ല, അത് മുഴുവൻ വാച്ച് ചെയ്തപ്പോൾ അവർ എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു, now guys, let us go to Gaza. ആ ചെറിയ ഗ്രൂപ്പ് പോയിട്ട് അന്ന് ജീവനോടിരുന്ന ഹമാസിന്റെ മുഴുവൻ നേതാക്കന്മാരെ ഒറ്റ അടിക്ക് കൊന്നിട്ട് അവർ തിരിച്ചു വന്നു. Then this incident flashed all over Israel. ഈ ഇസ്രയേൽ മുഴുവൻ ഇൻസിഡന്റ് ഫ്ലാഷ് ചെയ്തു. ഈ ഇൻസിഡന്റ് ഫ്ലാഷ് ചെയ്തിട്ട് ഇത് കേട്ട യഹൂദന്മാര്, ഇസ്രായേൽ മക്കള് ഓരോരുത്തരായിട്ട് സ്വർഗസ്ഥനായ തങ്ങളുടെ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന ടോപ്പിക്സ് നോക്കണം. 1948
രാജ്യം ഫോം ചെയ്യപ്പെടുമ്പോൾ 85% ആളുകൾക്ക് ദൈവവിശ്വാസം ഇല്ല. ഇനി ഈ ഡോക്യുമെൻ്ററി, നമ്മൾ ഈ പറയുന്ന ക്ലാസ്സിൻ്റെ കണ്ടന്റ് ഡോക്യുമെൻ്ററി ആയി അവർ കണ്ടു കഴിഞ്ഞപ്പോൾ 2006 അത് മുതൽ സംഭവിക്കുന്നതെന്നറിയാമോ? എ ലാൻഡ് സ്ലൈഡ് ടേണിംഗ് ബാക്ക് ടു ഓർ എവേ ടു ദ ലോർഡ് ഗോഡ് ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിൻ്റെ ദൈവത്തിലേക്ക് ഒരു മുഴുവനായിട്ട് തിരിഞ്ഞുകൊണ്ട് ദൈവത്തെങ്കിലും നോക്കുന്ന ഒരു പ്രവചന നിവർത്തീകരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദിസ് ഈസ് സംതിങ് ദാറ്റ് you should understand. So they don't believe in God. അപ്പോൾ അവർ ദൈവത്തെ വിശ്വസിക്കുന്നവരല്ലായിരുന്നു. They don't have ഈ സർക്കുലർ ക്യാപ്പ് ഉണ്ടല്ലോ, അതും തലയിലില്ല. അങ്ങനെ വിശ്വാസമുള്ളവരല്ല. ഫോർ ദം, മജോറിറ്റി യഹൂദന്മാർക്കും മഷിഹ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ മനസ്സിലാക്കുന്ന അറിയാമോ? M16 എന്നാണ്. M16 എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ ഈ സീക്രട്ട് ഏജൻസി ഉണ്ടല്ലോ, ഇന്റലിജൻസ് ഏജൻസി, ബ്രിട്ടൻ്റെ ഇന്റലിജൻസിൻ്റെ പേരാണ് M16 എന്ന്. അപ്പം മഷിഹ എന്ന് പറഞ്ഞാൽ മജോറിറ്റി യഹൂദന്മാർക്ക് എന്തേ മനസ്സിലാകത്തുള്ളൂ? M16 ആണെന്നേ മനസ്സിലാകത്തുള്ളായിരുന്നു കേട്ടോ. അപ്പം ഈ ഇസ്രായേൽ മക്കളുടെ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, we have seen things on the battlefield that we can quantify in scientific test tube. ഒരു ശാസ്ത്രത്തിൻ്റെ ടെസ്റ്റ് ട്യൂബ് എടുത്ത് ശാസ്ത്രം പറയുന്ന ഏത് രീതിയിൽ പരീക്ഷിക്കാൻ പോയാലും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. ശാസ്ത്രം പറഞ്ഞെങ്കിലേ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുന്ന ലോകം കൺമുൻപിൽ കണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ പറയുക. ശാസ്ത്രത്തിൻ്റെ ഏതെല്ലാം തിയറി എടുത്ത് വെച്ച് നോക്കിയാലും, ഏതെല്ലാം ടെസ്റ്റ് ട്യൂബ് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്താലും ഈ പറയുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഈ നടന്ന ഓരോ യുദ്ധത്തിലും we should have been dead on the battlefield. ബാറ്റിൽഫീൽഡിൽ ഞങ്ങൾ ചത്ത് വീഴേണ്ടിയവരായിരുന്നു. അല്ലെങ്കിൽ ഇസ്രയേൽ should have lost that battle. ഇസ്രയേൽ ആ യുദ്ധം തോക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇസ്രയേൽ should have lost the entire war. ഇതുവരെയുള്ള മുഴുവൻ യുദ്ധങ്ങളും ഇസ്രയേൽ നഷ്ടമാകണമായിരുന്നു. എന്നിട്ടും യുദ്ധങ്ങളുടെ ഔട്ട്കമും യുദ്ധത്തിൻ്റെ സർക്കംസ്റ്റാൻസസും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകത്തില്ല. യുദ്ധഭൂമിയിൽ നടന്ന കാര്യങ്ങൾ, ഓരോ ദിവസം നടന്ന കാര്യങ്ങളും യുദ്ധത്തിൻ്റെ ഔട്ട്കമും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. യുദ്ധഭൂമിയിൽ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് ഒന്നും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത സാഹചര്യങ്ങൾ. യുദ്ധം അവസാനിപ്പിച്ചപ്പോഴോ 100% വിക്ടറി. ഈ ഒന്നും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്തടത്തുനിന്ന് 100% വിക്ടറിയിലേക്ക് എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ. 3500 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കുന്നത് മുതൽ പലസ്തീൻ നാടിലെ അവരുടെ യുദ്ധങ്ങളുടെ മുഴുവനും യോശുവ യുദ്ധം നയിച്ചപ്പോൾ, അതിനുശേഷം ന്യായാധിപന്മാർ യുദ്ധം നയിച്ചപ്പോൾ, അതിനുശേഷം ദാവീദ് യുദ്ധം നയിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അതേ കാര്യം അതേ രീതിയിൽ തിരികെ വന്നിരിക്കുന്നു. എങ്ങനെയൊക്കെ തിരികെ വന്നു? ഒന്നാമത്, ദ സെയിം ബാറ്റിൽ ഫീൽഡ്സ്, അതേ സ്ഥലത്താണ് ഇപ്പോഴും യുദ്ധം നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം യോശുവയും ദാവീദും യുദ്ധം നയിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? ദ സെയിം പ്രോട്ടാഗണിസ്റ്റ്, അതുപോലുള്ള പ്രോട്ടാഗണിസ്റ്റാണ്, അതേ പ്രോട്ടാഗണിസ്റ്റാണ് ഇന്നത്തെ പ്രോട്ടാഗണിസ്റ്റ്. ദ സെയിം അന്റാഗണിസ്റ്റ്, അതേ വിരോധികൾ. അവരുടെ കാലത്ത് ഇസ്രായേലിനെതിരായിട്ട് ആരൊക്കെ യുദ്ധം ചെയ്തോ അതേ വിരോധികൾ. Then under same supernatural methodologies employed by the Holy Spirit 2500 years ago. 2500 വർഷം മുമ്പ് അവർ ഇസ്രായേൽ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഓരോ യുദ്ധത്തിലും എന്ത് സ്ട്രാറ്റജിയിലാണ് ദൈവം അവരെ ജയിപ്പിച്ചത്? അതേ സ്ട്രാറ്റജി, ദ സെയിം സ്ട്രാറ്റജി ഇന്ന് വീണ്ടും തിരികെ വന്നിരിക്കുന്നു എന്ന്
1948 1967 1973 അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, വളരെ സൂക്ഷ്മമായ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാം. സർഫസ് ലെവലല്ല, ഫർദർ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പറയാൻ പോവാ. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു, ദൂതൻ എവിടെ? ആ ദൂതന്മാർ റിട്ടയർ ചെയ്തോ? ആ ബറ്റാലിയനെ പിരിച്ചുവിട്ടോ? എവിടെ പോയി? നമ്മുടെ LK റോയ് സാറൊക്കെ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. ഇപ്പം അല്ല, ഇപ്പം ചുമ്മാ കയ്യിലേക്ക് കൊടുത്തുണ്ടായാലും നടക്കുക. റിട്ടയറായി ഇല്ലേ റോയ് സാറേ? റിട്ടയർ. മറ്റേ എന്തോ ഗംഭീര റോയ് സാറിനെ കാണാൻ കിട്ടുമായിരുന്നു, മന്ത്രിയുടെ PA ആയിരുന്നു. പോട്ടെ. അപ്പം ഇസ്രയേല് 70 AD ടൈറ്റസ് വന്ന് ഇസ്രായേൽ ദേശം മുഴുവൻ അവർ ഓടിച്ചു വിട്ടപ്പോൾ ഒരു കൂട്ടം റാബായിമാർ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ, ഒരു കൂട്ടം റാബായിമാർ ഗലീല എന്ന് പറയുന്ന വടക്കേ, നമ്മുടെ ഭാഷ പറഞ്ഞ മലബാറിലോട്ടം കയറിപ്പോയി. യെസ്, ആ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കണേ KTN പാസ്റ്റർക്ക്. പ്ലീസ് ഗോ ഓൺ ഷോയിങ് ദ സ്ക്രീന്. സോ ഒരു കൂട്ടം ആളുകൾ മലബാറിലോട്ടം കയറിപ്പോയി. അവർ റാബായിമാരാണ്. അവർ ഓടിക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് 135 ഇസ്രയേലിൻ്റെ കംപ്ലീറ്റ് അനൈലേഷൻ, കംപ്ലീറ്റ് റിമൂവൽ വിശുദ്ധ നാട്ടിലുണ്ടാകുന്നത്. കംപ്ലീറ്റ് റിമൂവൽ വിശുദ്ധ നാട്ടിലുണ്ടായപ്പോഴും ഈ റാബായി ഫാമിലീസ് അവരങ്ങ് അകത്തോട്ട് കയറിപ്പോയി. അവർ പറഞ്ഞു, ഈ നാട് സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ പിതാക്കന്മാർ കൊടുത്തതാണ്. അതുകൊണ്ട് ഒരു അബ്രഹാമിക് കവനന്റ് ഉണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞ ഒരു ഉടമ്പടിയുണ്ട്. എന്തുവാ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പ്രത്യേകത? വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. ഉടമ്പടിയെ കയറി പിടിച്ചാൽ ദൈവത്തിന് കൈവിടാൻ പറ്റത്തില്ല. ഉടമ്പടി ഒന്ന് പിടിച്ചു നോക്കിക്കേ. ഗോഡ് കനോട്ട്. അതാ പറയുന്നത്, നാം അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനായി പാർക്കുന്നു. അത് തൻ്റെ സ്വഭാവമാണ്, ത്യജിച്ച് കളയാൻ കഴിയത്തില്ല. ഒരു കൂട്ടം റാബായിമാർ പറഞ്ഞു, എബ്രഹാമിക് കവനന്റ് ഉണ്ടല്ലോ, അബ്രഹാമിനോട് പറഞ്ഞ ഉടമ്പടിയിൽ ഞങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു. അവരും കയറി അങ്ങ് മറിഞ്ഞങ്ങ് പോയി. അവരെ കിട്ടി 70 AD. എത്ര നൂറ്റാണ്ട് മുമ്പ് ഞാൻ ഈ പറയുന്നത് നോക്കണേ. അപ്പോൾ അവിടെ അതിനുശേഷം അറബികൾ വന്നു. ആ ദേശം അറബികൾ താമസിക്കാൻ തുടങ്ങി. ഇവരെന്ത് ചെയ്തു? അറബികളുടെ ലോകത്തിൽ അവരുകൊണ്ട് കോഎക്സിസ്റ്റ് ചെയ്യുക. കാര്യം അവർക്ക് അടിയുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും അവരുടെ കൊച്ചു ജാതി പോലും ഇല്ല, നല്ല കറുപ്പിച്ചാതി പോലും കയ്യിലില്ല. പിന്നെ എങ്ങനെയാണ് വഴക്കുണ്ടാക്കുന്നത്? അവരവരുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അപ്പം കാരണം അവർക്കൊരു കാര്യം അറിയണം, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉടമ്പടി ഉണ്ടെങ്കിൽ ആ ഉടമ്പടികളുടെ ദൈവം ഇറങ്ങി വരണം. അത്രേ ഉള്ളൂ. ഉടമ്പടികളുടെ ദൈവം ഇറങ്ങി വരണം. ദൈവം ഇറങ്ങി വരാമോ? നമുക്ക് നോക്കാം. 1948 ആകുമ്പോഴത്തേക്ക് ഈ അറബികൾക്ക് മനസ്സിലായി. ബൈ ദ വേ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? ടു സ്പീഡിയോ ടു സ്ലോ? ഓ, താങ്ക് യു വെരി മച്ച്. കെ ജോൺ പാസ്റ്റർ വരെ എന്നോട് പറഞ്ഞ് ഫോളോ ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ പാസ്റ്ററെ കണ്ടാൽ തന്നെ എനിക്ക് അത്ഭുതമായി. ഇപ്പോൾ ദൈവമേ, ഇങ്ങനെയൊക്കെയുള്ള മീറ്റിങ്ങിൽ പാസ്റ്ററൊക്കെ വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഓണറാണിത്. ഇല്ലേ ബെന്നിച്ചാ? ഇന്ന് ബെന്നിച്ചനെ ഫുൾ കാണാം. സാറിന് ഗിറ്റാറെ കാണത്തുള്ളായിരുന്നു. ഇന്ന് ബെന്നിച്ചൻ ഫുൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവ്, ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഷാജി മാത്യു പാസ്റ്ററെ എന്തിനും തയ്യാറായിരുന്നോണം. ഇനി ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത്. ഓക്കെ, സോ വാട്ട് വാസ് ഹാപ്പനിങ്? ആരബ്സിന് മനസ്സിലായി അന്ന് ആ നാട് മുഴുവൻ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷ് മാൻഡേറ്റ് തീരാറായതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇപ്പം പോകും. എപ്പോൾ പോകും? ബ്രിട്ടീഷുകാർ മെയ് മാസം 13 പോകും. പോയി കഴിഞ്ഞാൽ മെയ് മാസം 14 ഇസ്രയേലിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടും. അവരെന്തെങ്കിലും പരിപാടി ഒപ്പിച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യണം. എന്താ ചെയ്യുന്നത് അറിയാമോ? നമുക്ക് സംഘടിച്ചിട്ട്, നമ്മളിലിപ്പോൾ ശക്തികളാണ്, നമുക്ക് സംഘടിച്ചിട്ട് എന്ത് ചെയ്യണം? ഈ കാണുന്ന ഈ മുഴുവൻ റാബായിമാരെ നമുക്ക് കൊന്നുകളയണം. എങ്ങനെ കൊന്നുകളയാം? ഇവരൊരു സെറ്റിൽമെൻ്റ് ഉണ്ട്.
റാബായിമാർ വലിയൊരു സെറ്റിൽമെൻ്റ് ഉണ്ട്. ആ സെറ്റിൽമെൻറ്റ് നമുക്ക് പാതിരാത്രി പോയി തീയിടണം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, വിശ്വസിക്കാത്ത കഥകളായി പറയാൻ പോകുന്നത്. എവിഡൻസ് മുഴുവൻ തരാൻ ഞാൻ തയ്യാറുമാണ്. ഇത് BBC പബ്ലിഷ് ചെയ്ത ഡോക്യുമെൻ്റ്, BBC പബ്ലിഷ് ചെയ്തതാണ്. കള്ളത്തരമൊന്നും പബ്ലിഷ് ചെയ്യാനൊക്കത്തില്ല. കാര്യം BBCയുടെ പ്രത്യേകത എന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ ആൻറ്റി ജൂവിഷ് ചാനൽ എന്ന് പറഞ്ഞാൽ അൽ ജസീറയാണ്. ഇസ്രയേലിനെതിരായിട്ട് നിലവിൽ വന്ന രണ്ടാമത്തെ വലിയ ചാനലാണ് അൽ ജസീറ. വലിപ്പം കൊണ്ട് അവർ വലുതാണെങ്കിലും രണ്ടാമത് നിലവിൽ വന്നവരാണ്. ഇസ്രയേലിനെതിരായി ലോകത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ ചാനലാണ് BBC എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. ഒരൊറ്റ യഹൂദനകത്ത് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. യഹൂദനെ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാമോ, യഹൂദനെതിരായിട്ട് എന്തെല്ലാം കള്ളപ്രചരണങ്ങൾ ഉണ്ടാക്കാമോ, അത് മുഴുവൻ അവരുടെ പരിപാടി. ഇപ്പം നടക്കുന്ന യുദ്ധത്തിലുണ്ടല്ലോ, ഇപ്പം നടക്കുന്ന യുദ്ധത്തിൽ ഇസ്രയേലിനെതിരായ മുഴുവൻ കള്ളത്തരങ്ങളും പ്രചരിപ്പിച്ചതിന്, ബ്രോഡ്കാസ്റ്റ് ചെയ്തതിന് BBCയുടെ ടോപ്പ് ബോസിനെ എല്ലാം സസ്പെൻഡ് ചെയ്തു. ഭയങ്കര പ്രോബ്ലം ഇംഗ്ലണ്ട് BBC നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ BBCയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്ന ഓർത്തോണം, ഇസ്രായേലിന് ഇഷ്ടമില്ലാത്തവർ. അപ്പോൾ അതാണ് അതിൻ്റെ സത്യസന്ധത. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവന്മാർ പാതിരാത്രി വരിക, ആര്? ആരബ്സ്. എന്തുമായിട്ട്? തീവട്ടിയുമായിട്ട്. എന്തിന്? ഈ കാണുന്ന റാബാന്മാരുടെ വീട് മുഴുവൻ, സെറ്റിന് മുഴുവൻ തീ വെക്കണം. നല്ല ഐഡിയ അല്ലേ? ഇവന്മാർക്ക് എന്തോ അറിയാം, ഇവന്മാർക്ക് എന്തോ അറിയാം. വരുമ്പോൾ സംഭവിച്ചതെന്നറിയാമോ? ഇവർ വരുമ്പം 7 ദൂതന്മാര് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇസ്രയേലിന്റെ സെറ്റിൽമെന്റ് മുകളിൽ നിൽക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനായ ഏലീശായുടെ ഭാഷയിൽ പറഞ്ഞാൽ, അവരോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവൻ ഇപ്പുറത്ത് വാള് മൂരി നിൽക്കുക. അവർ ഒരുത്തന് ഒരു ഒറ്റ അടി അടിച്ചാൽ 1,85,000 തകർന്നു പോകും. അങ്ങനത്തെ എത്ര എണ്ണം നിൽക്കുക? 7 എണ്ണം ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുക. യെസ്, എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കണം. ആദ്യം ചോദിച്ചു, എവിടെ പോയാ ദൂതന്മാര്? റിട്ടയർ ചെയ്തോ? പെൻഷൻ പറ്റിയോ? പ്രായമായി പോയോ? ബറ്റാലിയൻ ഇല്ലയോ? യഹോവയുടെ ദൂതൻ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വെടിവെക്കുന്നു. ഒരൊറ്റ ഓട്ടോമാർ ഓടിയിട്ട് ഞങ്ങളുടെ റാന്നിക്കാരൻ മലയാളത്തിൽ പറഞ്ഞാൽ ഓടിയ നാട്ടിൽ കറുകപ്പുല്ല് പോലും ബാക്കിയില്ല. ഹല്ലേലൂയ. ഇസ്രയേലിന്റെ രണ്ടാമത്തെ ജയം. ഒന്നാമത്തെ ജയം പറഞ്ഞ് 1948 എങ്ങനാ ജയിച്ചതിനെ പറ്റിയുള്ള സ്റ്റഡി ഞാൻ നിങ്ങൾക്കൊന്ന് തരാമെന്ന് കണ്ട് നോക്കിയിട്ട് അതിനെപ്പറ്റിയുള്ള ഏറ്റവും നല്ല സ്റ്റഡി എടുത്തപ്പോൾ ഒരു 68 പേജ് ഒരു റിസർച്ച് മെറ്റീരിയൽ പബ്ലിഷ് ചെയ്യുക. 68 പേജ് 1948 യുദ്ധത്തിന് ജയിച്ച ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കത് ഈ 68 പേജ് എനിക്കിന്ന് പറയാൻ സമയം കിട്ടത്തില്ല. മറ്റൊരു സമയം അതിനെപ്പറ്റി വീഡിയോ ഉണ്ടാക്കി നിൽക്കിടാവുന്നതുകൊണ്ട്. സ്വർഗസ്ഥനായ ദൈവം റിട്ടയർ ചെയ്തോ? ദൂതന്മാർ റിട്ടയറായി പോയോ? കമോൺ. 1973 1973 ഫൈറ്റ് ഫോർ ദ ഗോലാൻ ഹൈറ്റ്സ്. ഗോലാൻ ഹൈറ്റിന് വേണ്ടിയുള്ള അവരുടെ യുദ്ധം, മൂന്നാമത്തേത്. ഇനി 2 കൊണ്ടുള്ള നൃത്തവലയിൽ സന്തോഷമായി. 1973 ഗോലാൻ ഹൈറ്റ്സ് പിടിക്കാനുള്ള യുദ്ധം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ പോകാം. അന്ന് ഗോലാൻ ഹൈറ്റ്സ് എന്ന് പറയും, ഗോലാൻ കുന്നുകൾ സിറിയയുടെ കയ്യിലാണ്. അപ്പം ഒരു ഗ്രൂപ്പ് ഇസ്രയേലുകൾ ഒരു ടാങ്ക് കമാൻഡറുമായിട്ട് അവിടേക്ക് പോയി ഗോലാൻ ഹൈറ്റ്സ് എങ്ങനെ പിടിക്കാമെന്നുള്ളതിനെ പറ്റി നോക്കുന്നതിന് വേണ്ടി കേട്ടോ. അവര് ഗോലാൻ ഹൈറ്റ്സിൽ കയറിയപ്പോഴാണ് മനസ്സിലായത്, ചെന്ന് സിംഹത്തിന്റെ മടക്കകത്ത് കയറിയതുപോലെ സിറിയൻ ടാങ്കുകളുടെ അടക്കത്തോട്ടാണ് ഇവർ ചെന്ന് കയറിയിരിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത്, ദൈവം തമ്പുരാനെ,
പുലിമടയ്ക്കകത്ത് നിന്ന് കയറി. എങ്ങനെ രക്ഷപ്പെടാം? ഇപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് എൻ്റെ ക്ലാസ് ബോറാകുന്ന മനസ്സിലാകും, പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് അങ്ങ് പോകാം. ആരും നിങ്ങളെ പിടിച്ചേർത്തൊന്നുമില്ല, നമുക്ക് രക്ഷപ്പെടാം അല്ലേ? എൻ്റെ ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ചോദിച്ചാൽ എന്തോ എളുപ്പമാണ്, വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഓഫ് ചെയ്തിട്ട് അങ്ങ് പോയിച്ചാൽ മതി. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതങ്ങനെയാണോ? പുലിമടയ്ക്കകത്ത് നിന്ന് കയറിയിരിക്കുക. അപ്പോൾ കമാൻഡിങ് ഓഫീസർ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെയെങ്കിലും പെയ്യെ വലിയാം പുറകോട്ട്. ഇമ്മർ നമ്മൾ പിടിക്കുന്നതിന് നമുക്ക് പെയ്യെ പൂച്ച പതിയുന്ന പോലെ നമുക്ക് പുറകോട്ടങ്ങ് വലിയാവുന്നുണ്ട്. അപ്പം പുറമോട്ട് വലിയുന്നതിനുള്ള ഒരു പദ്ധതി അവർ ആവിഷ്കരിക്കുക. പുറമോട്ട് പടിയുക എന്നുള്ള പദ്ധതി നോക്കിയപ്പോഴാണ് കുരുക്ക് മനസ്സിലായത്. എന്താ കുരുക്ക് മനസ്സിലായെന്നറിയാമോ? അവരേത് വഴിയാണ് പിൻവാറേണ്ടത് ആ വഴി മുഴുവനും കുഴിബോംബ് കൊണ്ട് നിരത്തി വെച്ചിരിക്കുക. മൈൻസ്, ലാൻഡ് മൈൻ. മനസ്സിലായോ? ഒരെണ്ണത്തിൻ്റെ മണ്ടയ്ക്ക് തൊട്ട് പോയെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇവന്മാർ മുഴുവനെണ്ണം, ഇസ്രായേൽപ്പെട്ട ആൾക്കാർ ഒരെണ്ണമില്ലാതെ മുഴുവനെണ്ണം അന്ന് തീരും. ഇനി അടുത്തത്, തിരിഞ്ഞു പോകാൻ ശ്രമിച്ചാൽ ഈ മൈനയിൽ തട്ടാനുള്ള സാധ്യത കുറവ് വല്ലതും ഉണ്ടോ? നോക്കി, 99.9% ഇവർ മൈനയിൽ തൊട്ടിരിക്കും. തൊട്ട പൊട്ടിയിരിക്കും. ഒരെണ്ണം രക്ഷപ്പെടത്തില്ല. എങ്ങനെ തിരിച്ചു പോവും? എങ്ങനെ തിരിച്ചു പോവും? ഭയങ്കര പ്രോബ്ലമായി, ഒരു രക്ഷയുമില്ല. അപ്പം ട്രാപ്ഡായി മനസ്സിലായി. കമാൻഡിങ് ഓഫീസറാ പട്ടാളക്കാർ പറഞ്ഞു, ഒറ്റ മാർഗമേ ഉള്ളൂ. എന്തെന്നറിയാമോ? എല്ലാവരും മണ്ണിൽ കുനിയടക്കുക, എന്നിട്ട് പൂച്ച എഴയും പോലെ എഴയണം. തോക്കിൻ്റെ അറ്റത്തൊരു പിച്ചാത്തിയുള്ള ബയനറ്റ് എന്ന് പറയാമല്ലോ, ഈ ബയനറ്റ് കൊണ്ട് മണ്ണിങ്ങനെ പെയ്യ മാറ്റണം, പതുക്കെ മാറ്റണം. കാരണം ഇത് പൊട്ടിത്തെറിക്കരുത്. പൊട്ടിത്തെറിക്കാതെ ഈ കുഴിബോംബ് ഓരോന്നോരോന്നും എടുത്തിട്ട് അതിനെ നിർവീര്യമാക്കണം. അല്ല വേറൊരു മാർഗമില്ല, വേറൊരു മാർഗമില്ല. പക്ഷെങ്കിൽ അങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാതിരുന്ന ഒരത്ഭുതം സംഭവിച്ചു. ഈ അത്ഭുതത്തെപ്പറ്റി ഞാൻ മുമ്പേ പറഞ്ഞ ആ മനുഷ്യനുണ്ടല്ലോ, അയാൾ ഇത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് BBC ചെന്ന് പറഞ്ഞു, ഇങ്ങനൊരു ഭയങ്കര അത്ഭുതമുണ്ടായി, ഈ ടീം അവിടുന്ന് രക്ഷപ്പെട്ടു. BBC പറഞ്ഞു, ശരിയാ, നീ പറയാൻ നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാം. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കും, ഇതെന്താ ബാബു ജോണിൻ്റെ ബൈബിൾ ക്ലാസ് ആണ്, യാതൊരു എവിഡൻസും ഇല്ല ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ. പോയി തെളിവ് കൊണ്ടുവരണം. ഈ പറഞ്ഞ സംഭവത്തിന് ഒരു ഐ വിറ്റ്നസ് വേണം. ഒരു ദൃക്സാക്ഷിയെങ്കിലും ഇല്ലാതെ ഞങ്ങൾക്ക് ഈ കാര്യം പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ആര്? BBC. പാവം നമ്മുടെ കക്ഷി തിരിച്ചുപോയി. ഈ വെൻ ബാക്ക് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അവിടെ നിന്നാണല്ലോ ഈ ഇതോന്നിൻ്റെ ഫിലിം പ്രൊഡക്ഷൻ അവിടെ പോയി. വല്ല സങ്കടത്തിലിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സീനിയർ ഒരു മാത്യു ക്രൗച്ച് ഉണ്ട്. മാത്യു ക്രൗച്ച്, CROUCH, ക്രൗച്ച്. മാത്യു ക്രൗച്ച് എഴുതിയെടുത്തോണം, എന്നിട്ട് നോക്കിക്കോണം. അവിടെ ഈ പറയുന്നത് മാത്യു ക്രോച്ചിനോട് ഈ സങ്കടങ്ങളൊക്കെ സംസാരിച്ചിരുന്നപ്പം മാത്യു ക്രോച്ചിന് ഒരു കാര്യം ചെയ്യാം. എൻ്റെ ഫാദർ പോളിന് സിയാറ്റിലുള്ള ഒരു യഹൂദനെ അറിയാം. സിയാറ്റലിൽ ആ യഹൂദനെ വിളിക്കാവുന്നുണ്ടെങ്കിൽ ഫാദറിനെ കൊണ്ട് വിളിപ്പിക്കാമെങ്കിൽ നമുക്കൊരു പക്ഷെങ്കിൽ ഒരു എവിഡൻസ് കിട്ടിയിരിക്കും. അയാൾക്കൊരു പക്ഷെ നിങ്ങൾക്ക് ഇതിനൊരു എവിഡൻസ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സിയാറ്റിലുള്ള ഡേവിഡ് യാനിഫ് എന്ന മനുഷ്യനെ വിളിച്ചു. ആ പേര് ദയവായിട്ട് എഴുതിയെടുക്കണം, ഡേവിഡ് യാനിഫ്, YANIV, യാനിഫ്. ഡേവിഡ് യാനിഫിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഡേവിഡ് യാനിഫ്, ഒരു ഭയങ്കര അത്ഭുതം നടന്നുകൊണ്ടാണ് ഗോലാൻ ഹൈറ്റ്സിൽ നിന്ന് ഇസ്രായേൽ മക്കൾ രക്ഷപ്പെട്ടത്, ആ യുദ്ധത്തിൽ രക്ഷപ്പെട്ടത്. അതിനെപ്പറ്റി വല്ല എവിഡൻസ് നിനക്ക് തരാമെന്ന് ചോദിച്ചു. അപ്പം ഡേവിഡ് യാനി പറഞ്ഞു, ഞാനായിരുന്നു ആ യുദ്ധത്തിൻ്റെ കമാൻഡിങ് ഓഫീസർ. I was the commanding officer. ഓക്കെ,
So you tell me what happened? പുള്ളി പറഞ്ഞെന്നറിയാമോ? ഒരു ചെറിയ സ്മോൾ ടാങ്ക് ഓഫ് ഫോഴ്സ് ആണ് ഞങ്ങൾ. മറ്റൊരെത്ര വേണ്ട? ഒരു വലിയ അർമേദയാണ്, സ്പാനിഷ് അർമേദ പോലെ എണ്ണമറ്റ ടാങ്കുകൾ കിടക്കുകയാണ്. അതിൻ്റെ മിഡിലാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് യാതൊരു ഓപ്ഷനുമില്ല രക്ഷപ്പെടാൻ കഴിയുന്നുള്ള ഒരു മാർഗവുമില്ല. ഈ പറഞ്ഞ പോലെ മുട്ടയിൽ എഴഞ്ഞ് ഓരോ മൈനും കണ്ടുപിടിച്ച് അതിനെ ഡീറ്റണേറ്റ് ചെയ്യണം. ഇനി ഈ മൈൻസ് എത്ര താഴെ കുഴിച്ചിരിക്കുന്നത്? 30 ഇഞ്ച് താഴെ. 30 ഇഞ്ച് മണ്ണിൻ്റെ മുകളിൽ, മണ്ണിന് താഴെ 30 ഇഞ്ച് താഴെ മുഴുവൻ മൈൻസാ. എന്താ ചെയ്യാൻ പറ്റുന്നത്? എന്തുവാ ചെയ്യാൻ പറ്റുന്നത്? അവിടെ വിറച്ചു നിൽക്കുമ്പോൾ എവിടെ നിന്നറിയാൻ വയ്യാത്ത അതിഭയങ്കരമായൊരു കാറ്റിങ്ങോട്ട് അടിച്ചിട്ട് നോക്കിയപ്പോൾ ടാങ്കൊക്കെ കുലുങ്ങുക. ഏത് ടാങ്ക്? ഇവനെ കൊല്ലാൻ മറ്റവന്മാർ ചെറിയക്കാർ നേരത്തെ ചോദിച്ചിരിക്കുന്ന ടാങ്ക് ഉണ്ടല്ലോ, അവന്റെ ടാങ്കിന് അനങ്ങാൻ വയ്യ. റോക്ഡ്, ടാങ്ക്സ് റോക്ഡ്. അയാളുടെ സെന്റൻസാ. ടാങ്ക്സ് റോക്ഡ് എന്നുള്ള മാത്രമേ മുമ്പേ ഒരുപാട് ചോദിച്ചില്ലയോ? ചെങ്കടലിനെ 2 പിളർന്ന ആ കാറ്റ് എന്ത് ചെയ്യുന്നു? അടുത്ത പരിപാടി കേട്ടണം. ഇതേ കാറ്റ് ഈ മൈനിന്റെ മുകളിലിരുന്ന മണ്ണ് മുഴുവൻ എടുത്ത് ദൂരെ കളഞ്ഞു. മുഴുവൻ മണ്ണും അവർ നോക്കിയപ്പം മൈൻസ് എല്ലാം ക്ലിയർ ആയിട്ടിരിക്കുക. അപ്പൊ ഇനി ഒരു മൈനയിലും തട്ടി ഒരാൾ പോലും ചാകാൻ പോകുന്നില്ല. ചാകുകയാണെങ്കിൽ അവന്മാർ ചത്തോട്ടെ. ആര് ചത്തോട്ടെ? മൈൻ കുഴിച്ചിട്ടവര് ചത്തോട്ടെ. അവന്മാരുടെ ടാങ്കിന് ഇങ്ങോട്ട് വരാൻ കഴിയത്തില്ല. ഇവരൊരു മൈനെ ചാവിട്ടിയുമില്ല. ആരാ ഇത് പറഞ്ഞത്? അന്നത്തെ കമാൻഡിങ് ഓഫീസർ, ഐ വിറ്റ്നസ്. ഈ ഡീറ്റെയിൽസ് കൊണ്ട് ബില്ല് BBC വന്നു. BBC ചോദിച്ചു, see, I have a living witness who has given me all evidence. Now what do you say? Shall you publish it or not? What? The wind was rocking a tank. The wind was rocking a tank. ഒരു മിലിറ്ററി ടാങ്കിനെ പിടിച്ച് തകർത്ത് കളഞ്ഞു വിൻഡ്. വാ, ഇളകിമറിയുന്ന ചെങ്കടലിനെ 2 പിളർക്കാൻ ദൈവത്തിന്റെ കാറ്റിന് കഴിയുമെങ്കിൽ സിറിയയുടെ ടാങ്ക് വല്ലോ ദൈവത്തിന്റെ കാറ്റിന് മുമ്പിൽ എന്തുവാ? വിൻഡ് അടിച്ചുകൊണ്ടിരുന്നു. വിൻഡിന്റെ പ്രവാഹം തീർന്നു കഴിഞ്ഞപ്പോഴേക്ക് 30 ഇഞ്ചുള്ള മണ്ണും മാറി. ഇസ്രയേൽ ജനം ചെങ്കടലിനകത്തുകൂടെ അപ്പുറത്ത് കടന്ന മാതിരി അവർ നേരെ ഇപ്പുറത്ത് കടന്നു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വിൻഡ് ഓഫ് ദാറ്റ് മാഗ്നിറ്റ്യൂഡ്? അടുത്ത ചോദ്യമാ. ഒരു സയന്റിസ്റ്റിന് ഉത്തരം കാണാൻ കഴിയുന്നില്ല. ആ ഒരു മാഗ്നിറ്റ്യൂഡിൽ, അതും അന്നേരം, ആ സമയത്ത്, കാറ്റില്ലാത്ത സ്ഥലമല്ലത്, ആ സമയത്ത് ആ മാഗ്നിറ്റ്യൂഡിൽ എങ്ങനെ ആ കാറ്റടിച്ചത്? മറുപടി ഉത്തരവേ ഉള്ളൂ. ദൈവത്തിനറിയാം തൻ്റെ ജനത്തിന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന്. God knew that was the need of the moment. That was the need of the moment. His men needed it. The wind was approved by God. ഇതാണ് BBC ഡോക്യുമെന്റിലെ സെന്റൻസ്. ഒന്നുകൂടെ പറയാം. His men needed it. തൻ്റെ ജനത്തിനത് ആവശ്യമായിരുന്നുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവം അപ്രൂവ് ചെയ്തും കൊടുത്തു. അവൻ കാറ്റിനെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷന്മാരാക്കുന്നു. He then saw the existence strategy. അപ്പോ നമ്മളോട് ഈ പറഞ്ഞ പുള്ളിക്ക് മനസ്സിലായി എങ്ങനെയാണ് രക്ഷപ്പെടാമെന്ന്. കാരണം മൈൻസ് എവിടെ നിന്ന് മനസ്സിലായി. നീ രക്ഷപ്പെടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഇസ്രയേലിന്റെ ഡെസ്റ്റിനി എങ്ങനെയാ മാറുന്നു ചോദിച്ചാൽ, ഇതൊരു മനുഷ്യന് മനസ്സിലാക്കാൻ
മനുഷ്യരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ഓരോ ദിവസം കഴിയുമ്പോൾ ശ്രദ്ധിച്ചോണം, 1948 ശേഷം ഓരോ യുദ്ധത്തിലും the magnitude of miracle goes on increasing. അത്ഭുതങ്ങളുടെ കണക്ക് ഓരോ ദിവസം തോറും വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ വർദ്ധിച്ചു വരികയാണ്. കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ, അവർ സെക്കുലർ ആൾക്കാരാണ്, അവർ റിലീജിയസ് അല്ല. ഒരുപാട് പേരുടെ വേറെ വേ ഓഫ് ലൈഫ് വളരെ ഇറിലീജിയസ് ആണ്. ഇതൊക്കെയാണെങ്കിലും സ്പെസിഫിക്കായി മിറക്കിൾ കാണുമ്പം ഇസ്രയേലിന് വിശ്വസിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. സ്പെസിഫിക്കായ ഡീറ്റെയിൽസ് കാണുമ്പം ഇസ്രയേലിന് വിശ്വസിക്കാൻ കഴിയത്തില്ല. അവർ സിനഗോഗ് അറ്റൻഡ് ചെയ്യുന്നവരല്ല, അവരുടെ വാല്യൂ സിസ്റ്റം ഒക്കെ വേറെയാണ്, അവർക്ക് ദൈവബോധമുള്ളവരല്ല ഒത്തിരി പേര്. ഞാൻ ഈ പറയുന്ന കാലത്തൊക്കെ ഈ ആളുകളെല്ലാം തിരിച്ച് ദൈവബോധത്തിലേക്ക് വരാൻ കാരണം ഇത്തരം അത്ഭുതകരമായ കാര്യങ്ങൾ അവരുടെ കണ്ണിന് മുമ്പിൽ നടക്കുന്നതാണ്. കാരണം ഈ അത്ഭുതങ്ങളില്ലെങ്കിൽ, ഈ അത്ഭുതങ്ങളുടെ മുൻപിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇല്ലെങ്കിൽ ആ രാജ്യം ഇന്ന് ലോകത്ത് കാണത്തില്ലായിരുന്നു. കാരണം അവരെ ആക്രമിക്കാത്ത ഒരൊറ്റ രാജ്യം പോലും അമേരിക്ക ഒഴികെ ലോകത്തില്ല. ഇനി ഞാൻ അടുത്ത ഒരാളിൻ്റെ പേര് പറയാൻ പോകും, അത് എഴുതിയെടുത്തോളാം. ജനറൽ കലാനി എന്നയാളുടെ പേര്, ജനറൽ കലാനി, KALANI, ജനറൽ കലാനി. ജനറൽ കലാനി, ജനറൽ കലാനിയെ പറ്റി പറയാൻ ധാരാളം കാരണങ്ങളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു ഇസ്രയേലിൻ്റെ മിലിറ്ററി ജനറലായിരുന്ന ജനറൽ കലാനി, KALANI. വളരെ വ്യക്തിപരമായ അനുഭവങ്ങളുള്ള മനുഷ്യനാണ്. 1967 1967 ഈജിപ്റ്റുമായിട്ട് ഇസ്രയേലിലുള്ള 67 വാറിൽ ഇയാൾ സൈനായി പിടിക്കാൻ പോവുകയാണ്. സൈനായിലാണ്. അന്ന് അയാൾ മിലിറ്ററി ജനറൽ, ഈ വാസ് യങ് മാൻ. ഈ യങ് മാന് ഇവരുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് പറ്റിയ കുഴപ്പം എന്തെന്നറിയാമോ? ഇവർ നേരെ ഇയാളുടെ ടാങ്കിനിട്ട് അടിച്ചു. ടാങ്കിനിട്ട് അടിച്ചത് ടാങ്ക് അങ്ങ് കത്തി. ടാങ്ക് കത്തിയത് ഇയാളുടെ മേത്തും തീ പിടിച്ചു, വയറ്റെല്ലാം തീ പിടിച്ചു. പുള്ളി ചാടി ടാങ്കിൽ നിന്നിറങ്ങി മണലിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി. ഉരുളുന്ന സമയത്ത് ഇയാൾ വിളിച്ചു പറയാ, ഐ ഡോണ്ട് നോ ഇഫ് ദർ ഈസ് എ ഗോഡ് ഔട്ട് ദയർ. വല്ല ദൈവങ്ങാണ് എവിടെങ്കിലും ഉണ്ടോ? എനിക്കറിയത്തില്ല. പുള്ളി ആഴ്ചയിൽ വേദപുസ്തകം വായിച്ചിട്ടുമില്ല, സിനഗോഗിൽ പോയിട്ടുമില്ല, പ്രസംഗം കേട്ടുമില്ല. എവിടെങ്ങാണ് വല്ല ദൈവം ഉണ്ടോ? എനിക്കറിയത്തില്ല. ഇനി ഉണ്ടെങ്കിൽ ആ ദൈവവുമായിട്ട് ഞാൻ ഒരു ഉടമ്പടി ചെയ്യാൻ തയ്യാറാണ്. ഈ ഉറുന്ന സമയത്ത് പറയാ, പുള്ളി തന്നെ പറയാൻ സെന്റൻസ് ഉണ്ട്, ഇങ്ങനെ വരച്ച് പറയാം, അതൊക്കെ ചാകാൻ തുടങ്ങുകയല്ലേ. എന്നിട്ട് പറഞ്ഞ സെന്റൻസ് അറിയാമോ? He said, God, if you want my life, I will give it to you. എൻ്റെ ജീവൻ അങ്ങയ്ക്ക് വേണമെന്നുള്ളത് ഞാൻ തന്നേക്കാമെന്ന്, ഞാൻ തയ്യാറാണ് കേട്ടോ. ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്തോ സംഭവിച്ചൊന്നും പുള്ളിക്ക് അറിയത്തില്ല. പക്ഷെ ആള് മരിച്ചില്ല. എന്തെങ്കിലും അത്ഭുതം നടന്നായിട്ട് പുള്ളിക്കോട്ട് അറിയത്തുമില്ല. അപ്പൊ എന്തെന്നറിയാമോ? ഇപ്പൊ ദൈവത്തോട് പറഞ്ഞല്ലോ, ദൈവം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ തരാമെന്നൊക്കെ. അങ്ങനെയാണ് വീണ്ടും തിരിച്ച് മിലിറ്ററി പോകണ്ടായോ? ഈ യുദ്ധത്തിൽ അപകടം പറ്റിയാൽ ആ പട്ടാളക്കാരൻ തിരിച്ച് പട്ടാളത്തിൽ കയറണമെങ്കിൽ മെഡിക്കൽ ടെസ്റ്റിൽ 100ൽ 92 സ്കോർ ചെയ്യണം. 100ൽ 92 സ്കോർ ചെയ്യണം. പുള്ളി ആകപ്പാടെ പരിശോധിച്ചു 32% സ്കോറുണ്ട്. 100 വേണം, 100 92 വേണം. പുള്ളിയുടെ മാർക്ക് എത്രയേ ഉള്ളൂ? 32 ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ച് പട്ടാളത്തിൽ എൻറോൾ ചെയ്യത്തില്ല. പക്ഷെങ്കിൽ എൻറോൾമെൻറ്റിന് യോഗ്യനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരു വലിയ യഹൂദനുണ്ടായിരുന്നു, യഹൂദ സ്നേഹി ഉണ്ടായിരുന്നു. അയാളാണ് ഇതിൻ്റെ മെയിൻ സർജൻ. അയാൾ എന്തറിയാമോ? അയാൾ പറഞ്ഞു, യെസ്, ഐ ആം ഗോയിങ് ടു ഗിവ് യു ദ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്.
ഞാൻ നിനക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തരാൻ പോവാ. നീ പോയി ഇസ്രായേലിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഇനി 1973 യുദ്ധത്തിലേക്ക് നമ്മൾ വരാൻ പോവാം. 1973 കേട്ടോ. യഹൂദന്മാര് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഹോളിഡേ ആണ് യോം കിപ്പൂർ എന്ന് പറയും. യോം കിപ്പൂറിൻ്റെ ഇംഗ്ലീഷ് അറ്റോൺമെന്റ് എന്നും മലയാളത്തിൽ മഹാപാപ പരിഹാര പെരുന്നാളെന്നും. മഹാപാപ പരിഹാര പെരുന്നാളിന് 10 ദിവസം അവർ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, കരയണം, ആത്മതപനം ചെയ്യണം. 10ാമത്തെ ദിവസമാണ് ശുശ്രൂഷ നടക്കാൻ പോകുന്നത്. അപ്പൊ സിറിയൻസിനെ മനസ്സിലായി ഈ 10 ദിവസമായിട്ട് ഇവന്മാർ ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരും കരച്ചിലും ഒക്കെയാണ്. ഇവന്മാരെ കൊല്ലാൻ പറ്റിയ സമയം ഇതാണ്. യഹൂദനെ കൊല്ലുവാണെങ്കിൽ പറ്റിയ സമയം ഇതാ. ആര് തീരുമാനിച്ചു? സിറിയൻസ് തീരുമാനിച്ചു. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ യോം കിപ്പൂർ വാർ നടക്കുന്നത്. YOMKIPPUR, യോം കിപ്പൂർ വാർ. യോം കിപ്പൂർ വാർ എന്ന് നിങ്ങൾ ഗൂഗിളിൽ പോയി ടൈറ്റിൽ കൊടുത്താൽ ഞാൻ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കിട്ടിയെന്ന് വരാം. എന്താ യോം കിപ്പൂർ വാറിന്റെ പ്രത്യേകത? ഇസ്രയേൽ ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ലാത്ത യുദ്ധമാണ് യോം കിപ്പൂർ വാർ കേട്ടോ. കാര്യം അവർ സിനഗോഗിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. ആരാന്നത്തെ പ്രൈം മിനിസ്റ്റർ? ഗോൾഡ മേയർ എന്ന പ്രസിദ്ധിയായ വനിതയാണ്. അവർ ഇസ്രയേൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും എഫിഷ്യൻ്റായ പ്രൈം മിനിസ്റ്റർ ഇപ്പം നമുക്കൊരു നെതന്യാഹുവാണ്. പക്ഷെ നെതന്യാഹുവിനെക്കാട്ടില്ല കേപ്പബിൾ ആയിരുന്നു, അതിഭയങ്കര ഒരു ഉരുക്ക് വനിതയായിരുന്നു ഗോൾഡ മേയർ. അങ്ങനെ സ്ത്രീ ലോകത്ത് ജനിച്ചിട്ട് വേറെ ജനിച്ചിട്ടുണ്ടോയെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്ങനെ യുദ്ധം ജയിക്കാമെന്ന് ഒരുപാട് പ്ലാൻസ് ഉണ്ടാക്കിയ സ്ത്രീയാണ്. ഒരു കാര്യം, തിങ്സ് വെർ ഗോയിങ് ബാഡ് ഈ യോം കിപ്പൂർ വാറിൽ കേട്ടോ. കാരണം 1973 സംഭവിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവാം. അപ്പം ജ്യൂസ് അവരുടെ ഹോളിഡേയ്സിലാണ്, രാജ്യത്തിൻ്റെ പാവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സിറിയൻസ് തീരുമാനിച്ചെന്താണ്? ഇവന്മാർ ഇപ്പം നമുക്ക് പൂർണ്ണമായിട്ട് തട്ടിക്കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു യങ് കലാനിയെ പറ്റി നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇപ്പം തീ പിടിച്ച കാര്യവും ഊരിൻ്റെ കാര്യവും സ്കോർ നഷ്ടപ്പെട്ടതും വീണ്ടും തിരിച്ചു വന്നതായ പുള്ളി ഉഷാറായി കേട്ടോ. പുള്ളി ഉഷാറായി. പുള്ളി ഒരു കേണൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പൊ ഉഷാറായ കേണലിനെ നിന്ന് യോം കിപ്പൂറിന്റെ സമയത്ത് യുദ്ധക്കളത്തിലേക്ക് അയച്ചു. അയക്കുമ്പോൾ എന്നറിയാമോ? 4 ടാങ്കുമുണ്ട്. എവിടെ? ഗോലാൻ ഹൈറ്റ്സിൽ പോവുക. ആർക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ? സിറിയൻസിനായിട്ട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് സിറിയൻസ് ജയിക്കാൻ ഉറച്ചാ വരുന്നത്. കാര്യം വെച്ചാൽ ലാസ്റ്റിംഗ് ആയ ഒരു വിക്ടറിയാണ് സിറിയൻസിന്റെ മനസ്സിലുള്ളത്. ദേ ഹാഡ് ഇൻ ദിയർ മൈൻഡ്സ് ദ പ്ലാൻ ഫോർ എ ലാസ്റ്റിംഗ് വിക്ടറി. ലാസ്റ്റിംഗ് വിക്ടറി അവർ പ്ലാൻ ചെയ്യുന്നത് ഗൊലാൻ ഹൈറ്റ്സിൽ കൂടെ ഇറങ്ങി നേരെ താഴെ ടെലവീവ് വരെ വരണം. ടെലവീവിൽ വരികയാണെങ്കിൽ അത് മുഴുവൻ ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ആ ഇൻഡസ്ട്രിയൽ ഏരിയ മുഴുവൻ നശിപ്പിച്ചാൽ ഇവരുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ നശിപ്പിച്ച് കളയാം. ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിന് പൈസയില്ല. പൈസയില്ല വന്നു കഴിഞ്ഞാൽ ഇസ്രയേൽ മുട്ടയിലെറിയും. ശത്രുക്കളുടെ പദ്ധതി ഭയങ്കര പദ്ധതിയുമായിട്ടാണ് ഇവർ വരുന്നത് കേട്ടോ. സോ ദിസ് വാസ് ആക്ച്വലി എ വെരി ഗുഡ് ടൈം ഫോർ ദ മിറക്കിൾ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, വേണം എഴുതിയെടുത്തോണം. 4 ടാങ്ക്, ഇസ്രയേലിന്റെ 4 ടാങ്ക് ഗോലാൻ ഹൈറ്റ്സിലേക്ക് പോവുക. ഗോലാൻ ഹൈറ്റ്സിൽ അവരെ എതിരേൽക്കുന്നതിന് വേണ്ടി, ഇസ്രയേൽ എതിരേൽക്കുന്നതിന് വേണ്ടി 600 ടാങ്ക്സ്. ഇസ്രയേലിനെ എതിരേക്കാൻ എത്ര ടാങ്ക്സ് എന്ന് പറയുന്നത്? 600 ടാങ്ക്സ്. നമ്മുടെ ബാബു ബ്രദറിനൊന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്തേ. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ബൈബിളിലൂടെ നോക്കി ലേവ്യ പുസ്തകം എവിടെയാണെന്ന് പറഞ്ഞു തരാം. കൃത്യമായിട്ട് പറയാം. ഇൻ ബിറ്റ്വീൻ ജെനിസിസ് ആൻഡ് റെവലേഷൻ. ഉൽപ്പത്തിക്കും വെളിപ്പാടിന് ഇടയ്ക്കായിട്ട് വരും ലേവ്യ പുസ്തകം.
ബാബുർദർ അഡ്മിറ്റഡാ. ആണോ? പക്ഷെ ലേവ്യ പുസ്തകം കണ്ടുപിടിക്കണമല്ലോ, ഇല്ലയോ? അതില്ലേ പ്രോബ്ലം. ബാബർ അൺമ്യൂട്ടഡ്. ലേവ്യ പുസ്തകം ഇവിടെ പോകുന്നില്ലല്ലോ, കുഴപ്പമില്ലേ? സ്തോത്രം. 26:8. നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും, നിങ്ങളിൽ 100 പേർ 10,000 പേരെ ഓടിക്കും. മതി, അത്രയും മതി. 5 പേര് 100 പേരെ ഓടിക്കും, 100 പേര് 10,000 പേരെ ഓടിക്കും. ഇവിടെ പ്രോബ്ലം, ഇവര് 4 പേരേ ഉള്ളൂ. ഇവിടെ എത്ര പേരേ ഉള്ളൂ? ഇവിടെ 4 പേരേ ഉള്ളൂ. മറ്റേ എത്ര ഉണ്ട്? 600 ടാങ്ക്. 4 പേര് പോയി 600 ടാങ്കിനെ യുദ്ധം ചെയ്ത് ജയിപ്പിച്ച ഒരു ചരിത്രം വാർ ഹിസ്റ്ററി ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്തിന് പറയാനുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാൻ പോവാം. വാർ ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും, യുദ്ധചരിത്രത്തിൽ ആർക്കെങ്കിലും ഇങ്ങനൊരു സംഭവം പറയാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനല്ലാതെ ഒരു മനുഷ്യർക്കും അങ്ങനൊരു സംഭവം പറയാൻ കഴിയത്തില്ല. നിങ്ങൾ ഇച്ചിരി ലേറ്റായി പോകുന്നത് എനിക്കറിയാം. എത്ര ലേറ്റായാലും നഷ്ടമല്ല. ഇരുന്ന് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കേട്ടിട്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോകാവൂ കേട്ടോ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കേട്ടിട്ട് മാത്രമേ നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാവൂ. ബിക്കോസ് ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. 600 ടാങ്ക്സ് ഗോലാൻ ഹൈറ്റ്സിൽ റെഡിയായി നിൽക്കുക. ഇവിടെ 4 ടാങ്കും. എത്ര? 4 വെറും ടാങ്ക് കേട്ടോ. ഒരു മിറക്കിൾ നടക്കണമെങ്കിൽ ഇപ്പം നടക്കണം. അപ്പം നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, കലാനി തൻ്റെ ആൾക്കാരോട് പറഞ്ഞു, ഗോ ഫോർവേഡ്. ഗോ ഫോർവേഡ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവര് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞത് കേട്ടോ. They were in a state of paralysis എന്നാണ്. തളർന്നുപോയി. ഈ സമയത്ത് കലേനയുടെ മനസ്സിൻ്റെ ഓർമ്മ വന്നു. 1967 സൈനായി പിടിക്കാൻ പോയപ്പം തീ കൊണ്ട് ചാകണ്ടി എന്നെ എൻ്റെ ഒറ്റ പ്രാർത്ഥനയിൽ ദൈവം തിരിച്ചു കൊണ്ടുവന്നത് ഈ മൊമെന്റിന് വേണ്ടിയായിരിക്കും. And by God's grace, by God's grace, he says, I overcame death. അങ്ങനെയാണെങ്കിൽ ഈ മൊമെന്റിന് വേണ്ടിയായിരിക്കും ദൈവം എന്നെ ജീവനോട് വെച്ചത്. അപ്പൊ ഇദ്ദേഹത്തിന് മരണഭയമില്ല, ഫിയർ ഓഫ് ഡെത്ത് ഇദ്ദേഹത്തിന് ഇല്ല കേട്ടോ. ഇനി അടുത്തത്, ഇനി എന്താ സംഭവിക്കാൻ പോയത്? ഈ 4 പേർക്കും അറിയത്തില്ല. ഈ 4 പേർക്കും അറിയത്തില്ലെന്ന് പറയാൻ കാര്യം, there was continuous battle for 72 hours. 2 സൈന്യങ്ങൾ മനസ്സിലായല്ലോ. ഒന്ന് 600 പേരുടെ ടാങ്ക്, മറ്റേ 4 ടാങ്ക്. എത്ര മണിക്കൂർ യുദ്ധം? 72 മണിക്കൂർ നോൺ സ്റ്റോപ്പ് വാർഫെയർ. 72 hours നോൺ സ്റ്റോപ്പ്. 72 hours നോൺ സ്റ്റോപ്പ്. ഈ 72 മണിക്കൂർ ഈ വാസ്തവത്തിൽ കലാനയുടെ ടാങ്ക് മുന്നോട്ട് പോകുന്നില്ല. കലാന ടാങ്ക് പുറകെ നിൽക്കുക. മറ്റേ 3 പേര് ഈ 600 ടാങ്കിനെ 72 മണിക്കൂർ ഒരുപോലെ പിടിച്ചു നിർത്തുക കേട്ടോ. വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നോക്കിക്കോണേ, ദാവീദ് ഗോലിയാത്തിനെതിരായിട്ട് യുദ്ധം ചെയ്ത സ്ഥലത്ത്, ദാവീദും ഗോലിയാത്തും തമ്മിൽ യുദ്ധം ചെയ്ത അതേ സ്ഥലത്ത്, അതേ താഴ്വരല്ല യുദ്ധം നടക്കുന്നത്. മനസ്സിലായി? ദ സെയിം സ്പോട്ടിലാണ് യുദ്ധം നടക്കുന്നത്, നോട്ട് എനിവെയർ എൽസ്. അപ്പം അന്ന് പ്രവർത്തിച്ച ദൈവം എന്തിയെ? അതിൻ്റെയൊക്കെ 3000 വർഷം മുമ്പാ. അന്ന് പ്രവർത്തിച്ച ദൈവം എന്തിയെ? മരിച്ചു പോയോ? റിട്ടയർ ചെയ്തോ കേട്ടോ? You know what was happening? God was using somebody else in a different continent, that is United States. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ദൈവം ഒരു വലിയ പ്രവൃത്തി ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു.
ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാനുള്ള വരം തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇല്ല, ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല, ഒരു കാരണവശാലും. കാരണം ഗോഡ് സീസ് ദ എൻഡ് ഇൻ ദ ബിഗിനിങ് എന്ന, ആരംഭത്തിൽ അവസാനം കാണുന്ന ദൈവം എന്ന, ആരംഭത്തിൽ അവസാനം കാണുന്ന ദൈവം. ദൈവത്തിന് അറിയാമായിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് ദൈവം എന്തെന്നറിയാമോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ അതിന് മുമ്പ് ദൈവം ചില പ്രവൃത്തി ചെയ്തു. ഇതിനെപ്പറ്റി പറയാൻ പോകും. ഈ ഒരുപാട് അമേരിക്കൻ പ്രസിഡന്റുമാരും ഇസ്രായേലിനെതിരുള്ളവരായിരുന്നു അതുവരെ ചരിത്രത്തിൽ. ഇപ്പോൾ ഒരുത്തർ ഇറങ്ങിപ്പോയല്ലോ, അവൻ്റെ പേരെന്തുമായിരുന്നു, പിന്നെ ബൈഡനില്ലേ, ജോ ബൈഡൻ, ഒരു കിറുകൻ. എന്തോ പറയുന്നത് അവനും അറിയത്തില്ല, കേൾക്കുന്നവർക്കും അറിയത്തില്ല. എന്തുമാത്രം ഉപദ്രവമായി പിശാച് കാരണം ഇസ്രായേലിനുണ്ടായെന്നറിയാം. എന്തുമാത്രം ഉപദ്രവം ഈ കുട്ടി പിശാച് കാരണം. ദൈവനെ ഇറക്കി വിട്ടു, പൊക്കോളം പറഞ്ഞു, നിന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചില അമേരിക്കൻ പ്രസിഡന്റുമാരങ്ങനെ ഒരു ബോധവും പൊക്കണമുള്ളവന്മാരല്ല. ഈ സമയത്ത് അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആള് ഹെൻറി കിസിഞ്ചർ ആണ്. ഹെൻറി കിസിഞ്ചർ ആരായിരുന്നു? ഹെൻറി കിസിഞ്ചർ അമേരിക്കയുടെ പ്രസിഡന്റ് റിച്ചർഡ് നിക്സൺ ആണ്. അപ്പം റിച്ചർഡ് നിക്സൺ അന്നേരം വാട്ടർ ഗേറ്റ് എന്ന് പറഞ്ഞ വലിയൊരു കേസ് ഫേസ് ചെയ്യണം. വാട്ടർ ഗേറ്റ് എന്ന കേസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരാദ്യം ചെയ്തത് നിക്സന്റെ അധികാരങ്ങൾ എടുത്തു മാറ്റി. ഫോറിൻ അഫയേഴ്സിൽ നിക്സൺ ഇടപെടരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഫോറിൻ അഫയേഴ്സിന്റെ ചാർജ് മുഴുവൻ ആർക്ക് കൊടുത്തു? ഹെൻറി കിസിഞ്ചറിന് കൊടുത്തു. കാര്യം അയാളാണ് ആര്? സ്റ്റേറ്റ് സെക്രട്ടറി. അപ്പം വാട്ടർ ഗേറ്റ് സംഭവം ആര് കൊണ്ടുവന്നത്? ശ്രദ്ധിച്ചോണം. വാട്ടർ ഗേറ്റ് സംഭവം ആര് കൊണ്ടുവന്നതാ? വാട്ടർ ഗേറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ ശത്രുവായ ദുഷ്ടനായ സാത്താൻ ആരെ ഇംപീച്ച് ചെയ്യുന്നതിന് വേണ്ടി? റിച്ചർഡ് നിക്സനെ ഇംപീച്ച് ചെയ്യുന്നതിന് വേണ്ടി. കാര്യം റിച്ചർഡ് നിക്സനെ ഇംപീച്ച് ചെയ്താൽ ഒരു സഹായം അമേരിക്കൻ ഇസ്രായേലിന് കിട്ടത്തില്ല. അമേരിക്കൻ ഇസ്രായേലിന് സഹായം കിട്ടിയില്ലെങ്കിൽ 72 മണിക്കൂറോടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഇവന്മാർ തീരാൻ പോവാ. നോക്കണേ, ഗോൾഡ മേയർ എന്ത് ചെയ്യുന്നറിയാമോ? ഗോൾഡ മേയർ നേരെ ആരെ വിളിച്ചു? ഇയാളെ വിളിച്ചു. ആരെ? ഹെൻറി കിസിഞ്ചറെ വിളിച്ചു. ഹെൻറി കിസിഞ്ചറെ വിളിക്കാൻ കാര്യം എന്താ? ഹെൻറി കിസിഞ്ചറെ വിളിക്കാൻ കാരണം ഒന്ന്, അയാളാണ് സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. രണ്ടാമത്തെ കാര്യം കേട്ടോണം, ഇയാൾ തന്നെ ഒരു യഹൂദനാണ്. ഈസ് എൻ ഓസ്ട്രിയൻ ജ്യൂ. അയാൾ ഓസ്ട്രിയൻ ജ്യൂ ആയതുകൊണ്ട് യഹൂദന്മാരായ തങ്ങളോട് ഒരു മര്യാദ കാണിക്കും, എന്തെങ്കിലും ഒരു സഹായം തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പാവം പെണ്ണുങ്ങളുള്ള ഇയാളെ വിളിക്കുന്നത് കേട്ടോ. വിളിച്ച് കാര്യമെല്ലാം പറഞ്ഞു, ഇങ്ങനെയാണ്, ഞങ്ങളുടെ ആൾക്കാർക്ക് പിടിച്ചിരിക്കാൻ കഴിയത്തില്ല, തകർന്നു പോയി, ഈ ചില മണിക്കൂറുകൾ കഴിയുമ്പം ഞങ്ങൾ തീരും. ഗോൾഡ മേയർ കരഞ്ഞുകൊണ്ട് പറയുമ്പോഴേ ഹെൻറി കിസിഞ്ചറിന്റെ മറുപടി എന്ന് കേൾക്കണോ? പറഞ്ഞത്, കുറച്ച് യഹൂദന്റെ ചോര അവിടെ ഒഴിക്കട്ടെ, ലെറ്റ് ദ ജ്യൂ ബ്ലീഡ്. മറുപടി കേട്ടോ, ഒരു യഹൂദനായ ഹെൻറി കിസിഞ്ചർ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററോട് കരഞ്ഞു വിളിച്ച് പറയുമ്പം ആ ദുഷ്ടം പറഞ്ഞ മറുപടിയാ, ലെറ്റ് ദ ജ്യൂ ബ്ലീഡ്. യഹൂദൻ ബ്ലീഡ് ചെയ്യണോ വേണ്ടിയൊന്ന് ആരാ തീരുമാനിക്കേണ്ടതാ? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അവന്റെ ബിസിനസ്സും കച്ചവടവും എസ്റ്റാബ്ലിഷ്മെന്റ്സും ഒക്കെ കളഞ്ഞിട്ട് അല്ലേ അബ്രഹാമിനോട് പറഞ്ഞ് ഞാൻ കാണിക്കുവാനുള്ള ദേശത്തേക്ക് പോകാൻ എന്ന് പറയുന്ന പോലെ പിതാക്കന്മാരുടെ വാഗ്ദത്ത ഈ ദേശത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ദൈവം ദാനാദേശത്തും വിളിച്ചിറക്കിയ തൻ്റെ ജനം അവിടെ കിടന്ന് ചോര ഒലിച്ച് ചാകണോ വേണ്ട എന്ന് ഹെൻറി കിസിഞ്ചർ അല്ല തീരുമാനിക്കുന്നത്. അവരെ വിളിച്ചിറക്കിയ സ്വർഗസ്ഥനായ ദൈവമാണ് തീരുമാനിക്കേണ്ടത്. വളരെ പേരെന്തറിയാമോ? അവർ കരഞ്ഞു, ഒരുപാട് കരഞ്ഞു നോക്കി. എന്നിട്ട് അവര്
പ്രോട്ടോകോളിന് വിരുദ്ധമായിട്ട് നേരെ ആരെ വിളിച്ചു? റിച്ചർഡ് നിക്സനെ വിളിച്ചു. നിക്സനെ വിളിക്കുന്നു. രാത്രില്ല വിളിക്കുക. നിക്സൺ ഫോൺ എടുത്തു. ഗോൾഡ മേയർ ഇപ്പുറന്ന് കരയുക. അവർ പറയാണ്, the people of Israel are perishing. The next few hours finished. ഈ രാജ്യം തീരാൻ പോവാ. അവർ തന്നെ മന്ത്രിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ മന്ത്രിസഭ റിസൈൻ ചെയ്യാൻ പോവാ, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പോവാ. കാര്യം രാജ്യം തീരാൻ പോവാണല്ലോ. രാജ്യം തീരാൻ പോവാണെങ്കിൽ പിന്നെ മന്ത്രിസഭ ചെയ്തിട്ട് കാര്യമുണ്ട്? ഇല്ലല്ലോ, വല്ല കാര്യമുണ്ട്. അപ്പം ഇതെല്ലാം തീരുമാനം എടുത്തിട്ട് ഇത് പറഞ്ഞാൽ കെട്ടിയാന്ന് ചെയ്യാൻ വേണ്ടി കയറിൻ്റെ കുരുക്ക് വരെ ഉത്തരത്തെ കെട്ടി വെച്ചിട്ടാണ് ഈ പറയുന്നത്. മനസ്സിലായിക്കോണം. അടുത്ത കയറ് കുരുങ്ങുക. അങ്ങനെ വിളിക്കുന്നുണ്ടേ. നിക്സൺ ചോദിച്ചു, യെസ് മാഡം, വാട്ട് ഡു യു വാണ്ട്? പാതിരാത്രി നടക്കുന്ന ടെലിഫോൺ കോളാണ് കേട്ടോ. വാട്ട് ഡു യു വാണ്ട്? അപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ രാജ്യത്തിൻ്റെ സ്ഥിതി ഇതാ. മാഡം, വാട്ട് ഡു യു വാണ്ട്? അപ്പോൾ എന്താ വേണ്ടിയെന്നുള്ള ലിസ്റ്റ് അവരുടെ കയ്യിൽ എഴുതി വെച്ചിരിക്കുക. ഒരു ലിസ്റ്റ് ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോട്ട് പറയാൻ തുടങ്ങി. ലിസ്റ്റ് അങ്ങോട്ട് പറഞ്ഞൊരു പകുതിയായപ്പം നിക്സൺ പറഞ്ഞു, സ്റ്റോപ്പ്, ഐ ഗോട്ട് എ സ്റ്റോറി ടു ടെൽ യു. എനിക്ക് നിന്നോട് കഥ പറയാനുണ്ട്. ഞാൻ കുഞ്ഞായിരിക്കുമ്പം എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് വിശുദ്ധ വേദപുസ്തകം എടുത്തിട്ട് പഴയ നിയമത്തിൽ ദൈവം തൻ്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിച്ച ഓരോ വ്യക്തികളെ പറ്റിയും വായിച്ച് കേൾപ്പിക്കും. ഓരോ വ്യക്തികളെയും വായിച്ച് കേൾപ്പിച്ച് അങ്ങനെ കുറേ നാൾ പോയി. ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പം അമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഒരു ദിവസം ദൈവം നിന്നെ ഒരു വലിയ പൊസിഷനിലേക്ക് ഉയർത്തും. ആ ഒരു വലിയ പവർഫുൾ പൊസിഷനാണ്. അപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് ആവുമെന്ന് പറയാൻ അമ്മയ്ക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അന്ന് നീ ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം നിനക്ക് ഒരവസരം തരും. You are going to be given the opportunity to rescue the Jewish people. ദൈവത്തിൻ്റെ ജനത്തെ രക്ഷിക്കാൻ ദൈവം നിനക്കൊരവസരം തരും. ഇതെന്ന് നടന്ന ഈ അമ്മയും മോനും നമ്മുടെ സംഭാഷണം റിച്ചർഡ് നിക്സൺ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ റിച്ചർഡ് നിക്സൺ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്വർഗസ്ഥനായ ദൈവത്തിന് അറിയാം 1973 ഇത് സംഭവിക്കാൻ പോവാണെന്ന്. അതുകൊണ്ടാണ് നിക്സൺ അമേരിക്കൻ പ്രസിഡന്റ് ആയത്. അതുകൊണ്ടാണ് നിക്സനെ ഇറക്കുന്നതിന് വേണ്ടി വാട്ടർ ഗേറ്റ് സംഭവം ഉണ്ടായത്. മനസ്സിലായോ? ഇത്രയും കേട്ടിട്ട് ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു, Now I know it's my time. I know it is my time. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള എൻ്റെ സമയമായിരിക്കുക. ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടെന്നറിയാമോ, അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ അങ്ങിട്ടു. എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറഞ്ഞാൽ അന്നേരം നടപ്പാക്കിയിരിക്കണം. മന്ത്രിസഭയും വേണ്ട, ക്യാബിനറ്റിനും വേണ്ട, ഊർത്തിനും വേണ്ട, ആ നിമിഷം നടന്നിരിക്കണമെന്നാണ്. അങ്ങനെ താൻ ചെയ്താൽ എൻ്റെ കോൺസിക്വൻസ് എന്താ? കാരണം തൻ്റെ അധികാരം അവരെടുത്ത് മാറ്റിയിരിക്കുക. നേരം വെളുത്ത മന്ത്രിമാരൊക്കെ എഴുന്നേറ്റ് കുളിച്ച് പൗഡറൊക്കെ ഇട്ടുകൊണ്ട് മന്ത്രിസഭ വന്ന് അധികം ഈ കോപ്പിയൊക്കെ വായിക്കുന്നതിന് മുമ്പ് സംഗതി അവിടെ എത്തണം. മനസ്സിലായോ? ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഷിപ്മെന്റ്, അത്യന്താധുനിക ആയുധങ്ങളുടെ മുഴുവൻ അമേരിക്കയുടെ ലേറ്റസ്റ്റ് വെപ്പൺസിന്റെ ഒരു ഷിപ്മെന്റ് അന്ന് രാത്രി അമേരിക്കയിൽ നിന്ന് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. യെശുരുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്താ നടന്നറിയാമോ?
അന്ന് രാത്രി ഇസ്രായേൽ സൈന്യത്തിന് വേണ്ടിയ മുഴുവൻ ആയുധങ്ങളും കിട്ടി. മുഴുവൻ ആയുധങ്ങളും, ദ ലേറ്റസ്റ്റ്. സിറിയൻസും അവൻ്റെ അപ്പനപ്പന്മാരും മുഴുവനും ഒറ്റക്കാലം തപസ് ചെയ്താൽ ഒക്കാത്ത ആയുധങ്ങൾ കണ്ണടച്ച് തുറന്ന സമയമെത്തി. 72 മണിക്കൂർ പിടിച്ചു നിന്ന ദൈവജനത്തിൻ്റെ മുമ്പിൽ അത്യന്താധുനിക ആയുധങ്ങൾ എത്തിയപ്പം തീർന്നു സിറിയ. ഗോലാൻ ഹൈറ്റ്സ് ഇസ്രായേലിൻ്റെ കയ്യിൽ 1973 ഗോലാൻ ഹൈറ്റ്സ് യുദ്ധം ജയിച്ച സംഭവം, യോം കിപ്പൂർ വാർ ജയിച്ച സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഹല്ലേലൂയ. ഇനി ഞാൻ BBC വേണ്ടി വർക്ക് ചെയ്ത മൈക്കിൾ ഗ്രീൻസ്പാൻ എന്ന മനുഷ്യനാണ്. എന്തോ അയാൾ തന്നെ ഒരു അഗ്നോസ്റ്റിസ്റ്റാണ്. അയാൾ ഒരിക്കല ഈ ഫ്രഞ്ച് ഹിൽ വാർ എന്ന യുദ്ധം, അതോടെ പറഞ്ഞ് നിർത്താം കേട്ടോ. നിങ്ങളുടെ ക്ഷമ ഒത്തിരി പരീക്ഷിക്കരുതല്ലോ. അതുകൊണ്ട് നമ്മുടെ ഷാജിമാത്തി ഭാഷയൊക്കെ ആകപ്പാടെ വളരെ അസ്വസ്ഥനായി ഇങ്ങനെ കൂട്ടിലടച്ച സിംഹം ഇങ്ങനെ മുരളാവിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നേ എന്നൊന്നും അല്ലല്ലോ, വല്ലപ്പോഴെങ്കിലും 10 കൂട്ടം കാര്യങ്ങൾ കേൾക്കുക. ചുമ്മാ ഇരുന്ന് വരച്ച കാര്യം പറ്റുമോ? യെസ്, ഫ്രഞ്ച് ഹിൽ വാർ എന്ന യുദ്ധം ഉണ്ടായിട്ടില്ല. ഫ്രഞ്ച് ഹിൽ വാർ നിങ്ങൾ എഴുതിയെടുത്താണ്. ഫ്രഞ്ച് ഹിൽ എന്നു പറയുമ്പോൾ ഈ 6 ഡേ വാർ എന്ന് പറയുന്ന പ്രസിദ്ധമായ യുദ്ധം നടക്കുമ്പം അതിൻ്റെ കാരണം ഇസ്രായേലിന് യെരുശലേം പിടിക്കണം. ശ്രദ്ധിച്ചോണം, ഇസ്രായേലിന് യെരുശലേം പിടിക്കണം. യെരുശലേം പിടിക്കുന്നതിന് വേണ്ടി അതിൻ്റെ സ്ട്രാറ്റജിക്കായ പോയിന്റ്സ് കണ്ടെത്തുന്നതിന് വേണ്ടി ഇസ്രായേൽ എന്ത് ചെയ്യണമോ, ഒരു ചെറിയ ഗ്രൂപ്പിനെ അങ്ങോട്ട് അയച്ചു. കാരണം അന്ന് ഇത് യോർദാൻ്റെ കയ്യിലിരിക്കുക. ഏത്? ഈ ജെറുസലേം യോർദാൻ്റെ കയ്യിലിരിക്കുക. അപ്പം 9 ഇസ്രായേലി സോൾജിയേഴ്സ്, കണക്കെല്ലാം എഴുതി വെച്ചോണം, 9 ഇസ്രായേലി സോൾജിയേഴ്സ് അവരെ അയച്ചു. നമ്മുടെ ടാങ്കും യുദ്ധ പടയാളികൾ അങ്ങോട്ട് പോയി യെരുശലേം പിടിക്കുന്നതിനുള്ള റൂട്ടെല്ലാം നിങ്ങൾ കണ്ടിട്ട് വരാൻ, റൂട്ട് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. 9 ഇസ്രായേലി സോൾജിയേഴ്സ് റൂട്ട് കണ്ടുപിടിക്കാൻ പോവാ. യെരുശലേം വെച്ച് പിടിക്കുക അവരെ ഉണ്ടോ. ഈ വെച്ച് പിടിച്ചപ്പം അങ്ങ് ചെന്നപ്പോഴാ മനസ്സിലായി. ഞാൻ പറഞ്ഞ കണക്കെല്ലാം എഴുതി എടുത്തോളം 250 സായുധ പടയാളികളായ യോർദാൻ പട്ടാളക്കാരുടെ നടുക്കാണ് ഇവൻ്റെ മരിച്ചത് കയറിയെന്ന്. എത്ര? 250 ജോർഡേനിയൻ സോൾജിയേഴ്സ്. ഇസ്രായേലിന് പട്ടാളക്കാർ എത്ര പേരുണ്ട്? 9 പേരുമുണ്ട്. എന്തുവാ നടക്കുന്നത്? ഈ 9 പേരെ കൊണ്ട് ഒന്നും നടക്കത്തില്ലെന്ന് ആർക്കറിയാം? അവരുടെ അപ്പനറിയാം. അങ്ങനെ എടുക്ക്. ആരാ അപ്പൻ? അബ്രഹാം. ജീവനോടുണ്ടോ? ഉണ്ട്. ഇനിയും യോർദാൻ പടയാളികൾ മറ്റൊരു രാജ്യത്തിൻ്റെയും പടയാളികളെ പോലല്ല. എന്താ യോർദാൻ പടയാളിയുടെ പ്രത്യേകത എന്നറിയാമോ? അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഏറ്റവും പേടിക്കുന്ന അവരെയാണ്. കാര്യം ഉണ്ടെന്നറിയാമോ? Sorry, I made a mistake. I'm sorry. I made a mistake. It is not 250, 2,500. I made a mistake, sorry. 2,500, not 250. 2,500. എന്താ പേടിക്കാൻ കാര്യം എന്നറിയാമോ? യോർദാൻ പട്ടാളക്കാരാണ് ഏറ്റവും ട്രെയിൻഡ് ആയ റീജിയനിലെ ഏറ്റവും ഫിറോഷ്യസ് ആയ മിലിറ്ററി. എന്താ അവരുടെ സ്ട്രാറ്റജി എന്നറിയാമോ? ഇസ്രായേൽ പട്ടാളക്കാരെ കൊല്ലുക എന്നുള്ള അല്ല, അവർക്ക് ജീവനോട് പിടിക്കണം. ജീവനോട് പിടിച്ചിട്ട് അവരെ മ്യൂട്ടിലേറ്റ് ചെയ്യണം. മെയ്ഹം എന്ന് പറയും. എന്നറിയാമോ? ഇന്ന് ഒരു വിരൽ കണ്ടിക്കും, നാളെ അടുത്ത വിരൽ കണ്ടിക്കും, പിന്നെ ഒരു ചെവി കണ്ടിക്കും, പിന്നെ മൂക്ക് ചെത്തും, പിന്നെ ഓരോ ഭാഗങ്ങളിൽ ഒരു കണ്ണിങ്ങനെ പറിച്ചെടുക്കും. മനസ്സിലായോ?
ഇങ്ങനെ ഇഞ്ചിഞ്ചായി കുത്തിപ്പറിച്ച് കൊല്ലും. ഇവനിങ്ങനെ കിടന്ന് പിടയ്ക്കുന്ന കാണണം. ഇതാ അവര്. ഇതുങ്ങൾ 9 പേരേ ഉള്ളൂ. 9 പേരേ ഉള്ളൂ. 9 പേരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? 9 പേര് തീരുമാനിച്ചു. ഏതായാലും ഇവരും അവരെ നമ്മളെ ജീവനോട് പിടിക്കാൻ പാടില്ല. ഇവന്മാര് നമ്മളെ ജീവനോട് പിടിച്ചൊരു അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മരണം വരെ ഫൈറ്റ് ചെയ്ത് ചാകാം. എന്നാലും ജീവനോടെ വിടത്തില്ല. നിങ്ങൾ നോക്കിക്കോണേ. 2500 ജോർദാൻ പടയാളികൾ, 9 ഇസ്രയേലി പടയാളികൾ അടുക്കാൻ പോവാണ്. 30 മീറ്റർ അപ്പുറത്ത് വന്നപ്പം ഇവര് കാണുന്നത് ഈ കാറ്റടിക്കും മാവേന്ന് മാങ്ങാ പൊഴിയുന്ന പോലെ പടപടപടപടാന്ന് യോർദാൻ പടയാളികളുടെ തോക്ക് ഇവരുടെ കാൽക്കൽ വന്ന് വീഴുക. യോർദാൻ പടയാളികളുടെ കയ്യിലിരിക്കുന്ന തോക്ക് ഇവരുടെ കാൽക്കൽ വന്ന് വീഴുക. അവന്മാർ ഓട്ടണമെന്ന് പറഞ്ഞാൽ ഓട്ടം. ചേട്ടാ, ഇതെന്തോ ഇവന്മാര് കാണിക്കുന്നത്? ഒരു പിടിയില്ല. ഇവർ ഓടിച്ചിട്ടെന്ന് അറിയാമോ? ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മൊസാദിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇനി സ്റ്റോറി മൊസാദ് പറയുന്നത് കേട്ടോണം. മൊസാദ് പറഞ്ഞ സ്റ്റോറി ഇതാ. 30 മീറ്റർ അപ്പുറത്ത് നോക്കി, വെറും 30 അറിയാൽ 30 മീറ്റർ എത്ര ഉണ്ടെന്ന്. 30 മീറ്റർ അപ്പുറത്ത് ഇവരെത്തിയപ്പം ഇവരൊരു കാഴ്ച കണ്ടു. ഇവർ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? അവരുടെ ഭാഷയിൽ അവർ വിളിക്കുന്ന അബു ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അറബിയിൽ ഫാദർ അബ്രഹാം പിതാവ് ഇറങ്ങി ഇവരുടെ മുന്നേ നിൽക്കുക. ആരുടെ മുമ്പിൽ? ഈ 9 പേരുടെ മുമ്പിൽ നിൽക്കുക. ഞാൻ ഈ ലെക്ചർ തുടങ്ങാത്തൊരു ചോദ്യം ചോദിച്ചില്ലയോ? അപ്പൻ എന്തിയെന്ന്, അബ്രഹാം എന്തിയെന്നൊരു ചോദ്യം ചോദിച്ചില്ലയോ? അബ്രഹാം ഇറങ്ങി നിൽക്കുക മുമ്പിൽ. അബ്രഹാമിനെ കണ്ടതും ഭയപ്പെട്ട് അബു ഇബ്രാഹിം എന്ന് വിളിച്ചോണ്ട്, യഹൂദന്മാർ കാണുന്നില്ല, അബു ഇബ്രാഹിം എന്ന് വിളിച്ചുകൊണ്ട് തോക്ക് വെടുത്തെറിഞ്ഞിട്ട് അമ്മ ഓടുക. അബു ഇബ്രാഹിം എന്ന് വിളിച്ചുകൊണ്ട് തോക്ക് വെടുത്തോണ്ട് എന്നിട്ട് ഓടി. 6 Day വാറിൽ ഇസ്രയേല് യെരുശലേം പിടിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ യെരുശലേം ഇസ്രയേലിന്റെ കയ്യിലാണ്. ഞാനിവിടെ എൻ്റെ ലെക്ചർ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ വെബിനാർ ഇന്നിവിടെ അവസാനിക്കുക. ദൈവം അനുവദിച്ചാൽ നെക്സ്റ്റ് വീക്കിലല്ല, ഫ്യൂച്ചറിൽ ഈ ടോപ്പിക്സിൻ്റെ വെബിനാർ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോഴല്ല. ഈ വെബിനാറിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പബ്ലിക് ഡൊമൈനിൽ ഇടാൻ സാധ്യതയില്ല. ഈ വെബിനാറിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ KTN പാസ്റ്റർ നമ്പർ കുറച്ച് നേരം ഒന്ന് പ്ലീസ് ഹോൾഡ് ഇറ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. അത് ഈ പ്രോഗ്രാം കോർഡിനേറ്ററായ പാസ്റ്റർ KT രാജൻ സാറിൻ്റെ പാസ്റ്ററുടെ ഫോൺ നമ്പറാണ്. ആ ഫോൺ നമ്പർ എഴുതിയെടുത്തവർ ആ ഫോൺ നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. സോ ദിസ് ഈസ് മൈ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഞങ്ങൾ ഈ വീഡിയോ അയച്ചു തരും. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കാനായിട്ട്. നിങ്ങളുടെ ടൈം ഒരുപാട് എക്സീഡ് ചെയ്യുന്ന എനിക്കറിയാം. എനിക്ക് പറയാനുള്ളതിൽ കുറച്ച് പോലും ആയുമില്ല. പോട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. വേറെ സമയം കിട്ടിയാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. Now the screen is back to the host. May the Lord bless all of you abundantly, exceedingly. താങ്ക് യു സർ. കർത്താവിന് ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങള് വളരെ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. സമയം ഇത്രയധികം പോയി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കർത്താവ് സഹായിക്കട്ടെ. അല്പനേരം കൂടി ഇരിക്കായിരുന്നു, നമുക്ക് കാണാം. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇങ്ങനെയൊരു സാഹചര്യം ഒരുക്കി തന്ന കർത്താവിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ വളരെ ശക്തമായ രീതിയിൽ തിരുവചനം പഠിച്ച് അതിൻ്റെ പൊരുള് പ്രവാചക ശിഷ്യന്മാര് പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും എങ്ങനെയാണ് അന്ത്യകാലത്ത് നിവർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും വിസ്താരമായിട്ട് പഠിച്ച് നമ്മളോട് പറഞ്ഞു തന്ന കർത്താവിൻ്റെ ദാസനോടുള്ള
നന്ദി രേഖപ്പെടുത്തുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇതിന്റെ വീഡിയോസ് അവൈലബിൾ ആണ്, പബ്ലിക് ഡൊമൈൻ ഇടത്തില്ല. സാറ് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ വീഡിയോ വേണമെങ്കിൽ, അതുപോലെ തന്നെ ഞങ്ങൾ സെപ്റ്റംബർ ലാസ്റ്റിലും ഒക്ടോബർ ഫസ്റ്റ് വീക്കിലും 3 days സെമിനാർ നടത്തുകയാണ്. ബാബു സാറ് ലീഡ് ചെയ്യുന്ന അതിശക്തമായ ക്ലാസ്സുകളായിരിക്കും അവിടെ നടക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ. അത് സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ ദയവായി നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് തന്നിരിക്കുന്നത്. നമ്മുടെ മധ്യത്തിലെ കർത്താവിന്റെ വിലയേറിയ ദാസൻ വിൽസൺ കടവിലുണ്ട്. പാസ്റ്റർ വിൽസൺ കടവിൽ, ദയവായിട്ട് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ ബാബു ജോൺ വേട്ടമല പാസ്റ്റർ എല്ലാ തേഴ്സ്ഡേയിലും ഞങ്ങൾ കാനഡയിൽ നിന്ന് നടത്തുന്ന ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളാണ് താൻ പഠിപ്പിക്കുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പാസ്റ്ററെ ബാബു ജോൺ വേട്ടമല പാസ്റ്ററെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബാബു ജോൺ പാസ്റ്റർ KT രാജൻ പാസ്റ്റർക്ക് ആ വിവരം തരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കയറാം. എല്ലാ തേഴ്സ്ഡേയിലും ഞങ്ങളുടെ കനേഡിയയിലെ 7 മണി, ഇന്ത്യയിലെ 6:30, രാവിലെ 6:30 മണിക്ക് അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാവിലെ 6:30 മണിക്ക്. യു ആർ ഓൾ വെൽക്കം ടു ജോയിൻ. വിത്ത് ദാറ്റ് ഐ ഗോയിങ് ടു പ്രേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, നല്ല ദൈവമേ, ഈ സമയത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അല്പസമയം നിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ, നീ നിന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ച് കേൾക്കുവാൻ തക്കോണം നീ ഞങ്ങളെ സഹായിച്ച അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നിന്റെ ദാസിമാരാകുന്ന ഞങ്ങൾക്ക് ഒന്നിച്ചു ചേർന്ന് ഞങ്ങളുടെ ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഒന്നുകൂടെ അറിയുവാൻ, ഒന്നുകൂടെ ഗ്രഹിക്കുവാൻ, ഒന്നുകൂടെ അത് ഞങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ അവിടുന്ന് നിന്റെ ദാസനെ അവിടുന്ന് ഉപയോഗിച്ച കൃപയ്ക്കായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവരിന്ന് ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ കർത്താവെ, ഇസ്രയേലിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും എന്നുള്ള ആ ധൈര്യത്തോടെ ഇന്ന് കടന്നു പോകുവാൻ അവിടുന്ന് എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീറ്റിങ്ങുകളെ അറേഞ്ച് ചെയ്യുവാൻ തക്കോണം നീ ഒരുക്കിയ നിന്റെ ദാസന്മാർക്കായി നിന്നെ സ്തുതിക്കുന്നു. അവർക്ക് കൊടുത്ത മുഖാന്തരങ്ങൾക്കായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. എല്ലാ റിസോഴ്സസിനായും നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അനുഗ്രഹീതമായ രീതിയിൽ കർത്താവെ പാട്ടുപാടി ഞങ്ങളെ സഹായിച്ച കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആ വോയിസിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അധികമായി നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവിടുന്ന് എടുത്തുപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് ഒന്നിച്ച് അനുഗ്രഹിച്ചിരിക്കാൻ നിന്നെ സ്തുതിക്കുന്നു. ഇനിയും ഞങ്ങൾ കർത്താവെ എന്ന് കാണുമെന്ന് ഞങ്ങൾ അറിയുന്നില്ല, എന്നാൽ ഒന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങളുടെ മുൻപിൽ ഒരു മഹാപ്രത്യാശയുണ്ട്. ഒരിക്കലും പിരിയാതെ ഒന്നിച്ച് അത് വസിക്കുന്ന ഒരു നാളുണ്ട്. ദൈവം താൻ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന ഒരു ദിവസം ഞങ്ങളുടെ മുൻപിലുണ്ട്. അന്ന് കർത്താവെ, ഭൂലോകത്തുള്ള എല്ലാ ദൈവമക്കളും ഒന്നിച്ച് അത് അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ ഒന്നിച്ച് അത് പന്തിയിലിരിക്കുന്ന ആ ദിവസത്തെ നോക്കി പാർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രത്യാശയോടെ ജീവിപ്പാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ധൈര്യപ്പെടുത്തുകയും ബലം തന്ന് നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്ന് നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് തന്നെ സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന യേശു അപ്പച്ചൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടും പ്രത്യേകാല് ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശക്തമായി നമ്മെ പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസനോടും തൻ്റെ കുടുംബത്തോടും തൻ്റെ ശുശ്രൂഷകളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. Thank you very much. താങ്ക് യു. എല്ലാവരും കാണാൻ സന്തോഷം. God bless you.